അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹാബതിഹി കുല്ലിഹിം അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാന്യരായ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അള്ളാഹുവിനോടുള്ള തഖ്വ, സൂക്ഷ്മത, അത് ജീവിതത്തിൻ്റെ ഒരു മേഖലയിൽ നിന്നും നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടയ്ക്കിടെയുള്ള ആ ഒരു വസീയത്തിനെ ഖുതുബകളുടെ ആരംഭത്തിലും ഉപദേശങ്ങളുടെ തുടക്കത്തിലും ഒക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിരുന്ന ആ ഒരു വസീയത്തിനെ ഒന്നുകൂടി ഊന്നൽ നൽകി സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വ ശീലിച്ചെടുക്കാനും ജീവിതത്തിലുടനീളം തഖ്വ പാലിക്കാനും നാളെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനകളും വിധിവിലക്കുകളും ഒക്കെ ജീവിതത്തിൽ അംഗീകരിച്ച് അത് ജീവിതത്തിൽ പുലർത്തി അങ്ങനെ ജീവിച്ച മുത്തഖീങ്ങളിൽ ഉൾപ്പെടാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ വീണ്ടും ഒരു വിജ്ഞാനവേദിയിലാണുള്ളത്, ഒരു ഇൽമിൻ്റെ സദസ്സ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നിന്ന് പൊതുവായി അറിവിനെക്കുറിച്ചും അറിവ് നേടുന്നതിനെക്കുറിച്ചും അറിവ് നേടാൻ വേണ്ടി പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ നിരവധി അതിൻ്റെ പ്രതിഫലങ്ങളും ശ്രേഷ്ഠതകളും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയവരാണ്, അറിഞ്ഞവരാണ്. ജീവിതത്തിൽ എപ്പോഴും ഒരു മനുഷ്യന് മറ്റേതെങ്കിലും ഭൗതികമായ വിഭവങ്ങളില്ലാതെ അവന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞെന്ന് വന്നാലും അറിവില്ലാതെ ഒരു മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെയുള്ള മുന്നോട്ട് പോക്ക് ശരിയായ മുന്നോട്ട് പോക്ക് ആവുകയുമില്ല. ഏത് കാര്യത്തിനും അറിവുണ്ടെങ്കിലാണ് ഒരു മനുഷ്യന് ശരിയായി ആ കാര്യം ചെയ്യാൻ കഴിയും. ഇല്ലെങ്കിൽ അറിവുണ്ട് എന്ന് മനുഷ്യൻ ധരിക്കുകയും താൻ വലിയ അറിവുള്ളവനാണ് എന്ന് മനസ്സിലാക്കി കുറേ കാര്യങ്ങൾ ചെയ്യുകയും അവസാനം കുറേ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ചെയ്തത് മുഴുവൻ അബദ്ധമായി പോയല്ലോ എന്ന് വിലപിക്കുകയും ചെയ്യും. അതെല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ടാവും. സാധാരണ ഒരു മനുഷ്യരെന്ന നിലക്ക് നമ്മളൊക്കെ ചെറുപ്പത്തിലെ വീട്ടിൽ വളർന്നു വന്നു. കുറച്ച് വയസ്സ് കഴിഞ്ഞപ്പോൾ ഒരു ബാല്യം പിന്നിട്ട് കൗമാരത്തിലെത്തിയപ്പോഴാണ് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ബാല്യത്തിൻ്റെതായ ഒരു ബാലൻ്റെതായ കുറേ പിടിവാശികളും ദുർവാശികളുമൊക്കെ അതൊക്കെ ഒരു തമാശയായിട്ടും ഒരറിവില്ലാത്ത പ്രായത്തിൽ ചെയ്തതുമായിട്ട് മനസ്സിലാക്കുന്നു. അപ്പോഴും നമ്മോട് അറിവുള്ള ആളുകൾ, മുതിർന്നവർ ഉപദേശിച്ചിട്ടുണ്ടാവും, അങ്ങനെ ചെയ്യരുത് മോനെ. പക്ഷെ അത് അപ്പം മനസ്സിലാവില്ല. പിന്നെയും കൗമാരം പിന്നിടും, അതുപോലെ തന്നെ യുവത്വം പിന്നിടും. അപ്പോഴും നമ്മോട് കുറേ ആളുകൾ ഉപദേശിക്കും, അറിവുകൾ പകർന്നു നൽകും, അനുഭവ സമ്പത്തുള്ള ആളുകൾ നമ്മളോട് പല കാര്യങ്ങളും പറയും. പക്ഷെ അപ്പോഴും നമ്മളതൊന്നും പ്രായത്തിൻ്റെ ഒരു ചാബല്യം കൊണ്ടോ അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടോ പലപ്പോഴും അധികം ആളുകൾ അത് മനസ്സിലാക്കാൻ ശ്രമിക്കില്ല. പിന്നെ വീണ്ടും സ്വന്തം ജീവിതത്തിൽ അത്തരം അനുഭവങ്ങൾ വരുമ്പോഴാണ്, സ്വയം ആ മേഖലകളിലൂടെ കടന്നു പോകുമ്പോഴാണ് അന്ന് പറഞ്ഞതൊക്കെ ശരിയായിരുന്നല്ലോ, ജീവിതത്തിൽ അന്ന് അറിവുള്ള ആളുകൾ പറഞ്ഞത് കേട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഈ അബദ്ധങ്ങൾ എനിക്ക് പിണയില്ലായിരുന്നല്ലോ എന്നൊക്കെ പിന്നെ ചിന്തിക്കുകയും ആലോചിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി അത് മനുഷ്യൻ കാലത്തിലൂടെ മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്ന നിലക്ക് നമുക്കെല്ലാവർക്കും അത് അറിയാം. അപ്പോൾ ഇസ്ലാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ മാനവ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തു. ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ, അറിവില്ലാതെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു കൂട്ടുന്നതിന് മുമ്പ് തന്നെ അറിവ് പഠിക്കാൻ വേണ്ടി സമയം മാറ്റി വെക്കുക. അറിവ് നേടാനും അതുപോലെ തന്നെ അറിവുമായി ബന്ധപ്പെട്ട് നിൽക്കാനും അറിവിൻ്റെ സംരംഭങ്ങളോട് ചേർന്ന് നിൽക്കാനും അറിവുള്ള ആളുകളുമായി അവരുടെ ഒരു ശിഷ്യത്വം സ്വീകരിച്ച് അവരുമായി ഒരു ബന്ധം പുലർത്തി ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നല്ല ഉൾക്കാഴ്ചയോടുകൂടി നിർവഹിക്കാനും ഇസ്ലാം പറഞ്ഞത് അതുകൊണ്ടാണ്. അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നവർ അറിവുള്ള ആളുകളാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു വളരെ കൃത്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തല്ലോ. കാരണം പടച്ചവന് ശരിയായി മനസ്സിലാക്കണമെങ്കിൽ, ദീൻ ശരിയായി മനസ്സിലാക്കണമെങ്കിൽ ശരിയായ സ്രോതസ്സുകളിൽ നിന്ന് ശരിയായ രൂപത്തിൽ അറിവ് പഠിച്ചു മനസ്സിലാക്കുക മാത്രമേ നിർവാഹമുള്ളൂ. നമ്മൾ ഇന്നങ്ങനെ
മുഅ്ജിസത്തും കറാമത്തും എന്നുള്ളൊരു വിഷയമാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഈ ഒരു വൈജ്ഞാനിക സദസ്സിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ ഒരു വിഷയം ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ മുമ്പ് തന്നെ മുൻഗാമികളായ പണ്ഡിതന്മാരുടെ ആ കാലത്ത് തന്നെ അവരുടെ ഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ അവരുടെ ചർച്ചകളിലും ഒക്കെ വന്നൊരു വിഷയമാണ്. അതൊരു പുതിയ വിഷയമൊന്നുമല്ല. പക്ഷേ അത് നമ്മുടെ നാട്ടിലെ പശ്ചാത്തലത്തിൽ അതിൻ്റെ കുറേയേറെ കാര്യങ്ങൾ കൂടി ഒന്ന് ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊരു പശ്ചാത്തലം കൂടി നമുക്ക് മനസ്സിലാവണം. പൊതുവേ ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മളൊക്കെ മനസ്സിലാക്കുന്നു മുഅ്ജിസത്തുണ്ട്, കറാമത്തുണ്ട്, അതിന് നിഷേധിക്കുന്ന ആളുകളുമുണ്ട്. കുറേ ആളുകൾ മുഅ്ജിസത്തിനെയും കറാമത്തിനെയും ഒക്കെ നിഷേധിക്കുന്ന ആളുകൾ ഇസ്ലാമിനുള്ളിൽ പിന്നീട് അവാന്തര വിഭാഗങ്ങളായി വന്ന ആളുകളുമുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള അശ്അരികളിൽ പൊതുവെ മൊത്തത്തിലുള്ള അശ്അരികളിൽ തന്നെ മുൻകാലത്ത് അശ്അരികളിൽ ഒരു വിഭാഗം ആളുകൾ കറാമത്തുകൾ നിഷേധിച്ച ആളുകളുണ്ടായി. ഇന്ന് നമ്മുടെ നാട്ടിൽ നോക്കുമ്പോൾ അശ്അരികളായി അറിയപ്പെടുന്ന ആ വിഭാഗം ആളുകളാണ് ഏറ്റവും കൂടുതൽ കറാമത്തിനെ, കള്ളക്കറാമത്തുകളെ വരെ കറാമത്തുകളായി പരിചയപ്പെടുത്തി അതിൻ്റെ പേരിൽ പല ചൂഷണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള പല ആളുകളും മുൻകാലത്ത് കടന്നുപോയിട്ടുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ വിശുദ്ധ ഖുർആനിലൊക്കെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് മുഅ്ജിസത്തുകളും കറാമത്തുകളുമൊക്കെ. പക്ഷെ അതേ വാക്ക് ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയില്ല. പല കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഒരുപക്ഷെ ആ വാക്ക് കൃത്യമായ ഒരു വാക്ക് ഇന്നത് മുഅ്ജിസത്താണ് എന്ന് പറഞ്ഞുകൊണ്ടല്ല അള്ളാഹു ഓരോ കാര്യങ്ങൾ എടുത്തു പറയുന്നത്. ഇന്നത് ഇന്ന ആളുടെ കറാമത്താണ്, അതൊരു കറാമത്തായിരുന്നു എന്നതല്ല. ഇസ്ലാമിക ലോകത്ത് പലതരത്തിലുള്ള വാക്കുകൾ ഇങ്ങനെ പുതുതായി ഉണ്ടായി വന്നതുപോലെ തന്നെ അത് മനസ്സിലാക്കാൻ വേണ്ടി പിൽക്കാലത്ത് എന്ത് ചെയ്തു, മുൻഗാമികളായ പണ്ഡിതന്മാരും അതുപോലെ സലഫു സ്വാലിഹികളായ ആളുകളും ആ വാക്ക് പ്രയോഗിച്ചു. വിശുദ്ധ ഖുർആനിലും അതുപോലെ തന്നെ തിരു ഹദീസുകളിലുമൊക്കെ ഇങ്ങനെയുള്ള മുഅ്ജിസത്തുകൾ അല്ലെങ്കിൽ കറാമത്തുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന അഥവാ ഒരു അമാനുഷികമായ കുറേ കാര്യങ്ങൾ, ഒരു മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്ന, ആശ്ചര്യപ്പെടുത്തുന്ന, അസാധ്യമെന്ന് മനുഷ്യൻ കരുതുന്ന കുറേ കാര്യങ്ങൾ, സാധാരണഗതിയിൽ മനുഷ്യൻ കാണുന്ന ഈ ഭൂമിയിലെ കുറേ പ്രവർത്തനങ്ങൾ ഉണ്ടാകും, അതിനപ്പുറത്തുള്ള കുറേ കാര്യങ്ങൾ. അങ്ങനെയുള്ള കാര്യങ്ങളെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരിലൂടെ അല്ലെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ വലിയുകളിലൂടെ നടപ്പാക്കുന്നതിന് സാധാരണ വിശുദ്ധ ഖുർആനിലും ഇസ്ലാമിക പ്രമാണങ്ങളിൽ പ്രയോഗിക്കുന്ന പദങ്ങൾ ആയത്ത് എന്നാണ്. ആയത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനിലെ ആയത്ത് എന്ന അതേ അർത്ഥം ഉള്ളതുപോലെ തന്നെ ദൃഷ്ടാന്തം എന്ന അർത്ഥമുണ്ട്. അള്ളാഹുവിൻ്റെ ഒരു അടയാളം, അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തം, അള്ളാഹു ചില പാഠങ്ങൾക്ക് വേണ്ടി മനുഷ്യന് കാണിച്ചു കൊടുക്കുന്ന ചില കാര്യങ്ങൾ. അതുപോലെ തന്നെ സുൽത്താൻ എന്ന പദത്തിന് പല അർത്ഥങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു അധികാരം എന്ന അർത്ഥത്തിലാണ് നമ്മൾ രാജാക്കന്മാരെ സുൽത്താൻ എന്ന് പിന്നീട് വിളിച്ചു വന്നത്. സുൽത്താൻ എന്ന പദത്തിന് അറബി ഭാഷയിൽ മറ്റനേകം അർത്ഥങ്ങളുണ്ട്. തെളിവ് എന്നർത്ഥമുണ്ട്, ന്യായം എന്ന അർത്ഥമുണ്ട്. അതുപോലെ തന്നെയുള്ള മറ്റൊരു അർത്ഥമാണ് നമ്മൾ ഈ പറഞ്ഞ ആയത്തിൻ്റെ സമാനമായ അർത്ഥം, ഒരു ദൃഷ്ടാന്തം. അള്ളാഹു മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കുന്നൊരു തെളിവ്, ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മുമ്പിൽ വെളിപ്പെടുത്തി കൊടുക്കുന്ന, പിന്നെ അവർക്ക് അത് കണ്ടതിന് ശേഷം പിന്നെ ഒരു ന്യായം ഉണ്ടാവില്ല, ഒരു നല്ലൊരു തെളിവ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പദങ്ങൾ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മുഅ്ജിസത്തിനെയും കറാമത്തിനെയും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും, ഈ രണ്ട് വിഭാഗം മുഅ്ജിസത്തുകളും കറാമത്തുകളും ഖുർആനിലുണ്ട്. ഹദീസുകളിൽ സ്ഥിരപ്പെട്ട് തന്നെ വന്നിട്ടുണ്ട്. സ്വഹീഹായ ഒരുപാട് ഹദീസുകൾ നമുക്ക് ആ വിഷയത്തിൽ കാണാനും കഴിയും. ഇത് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടൊരു കാര്യം തന്നെയാണ്. അതിനെ മുൻകാലത്തുള്ള പല ആളുകളും ഇന്നും പല ആളുകളും ഒക്കെ നിഷേധിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. അതിന് പ്രധാനമായും ഉള്ള കാരണങ്ങളിൽ ഒന്ന്, ഇതൊക്കെ എന്തൊക്കെയോ ചില ഇന്നത്തെ ചില ആളുകൾ കാണിക്കുന്നത് പോലെ ചില മാജിക്കുകളാണ്, ചില ചെപ്പടി വിദ്യകളാണ്, ഇന്ദ്രജാലമാണ്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ് ഇതൊക്കെ. അതൊക്കെ ഇസ്ലാമിലുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഇത് ഇസ്ലാമിലുണ്ടല്ലോ, പിന്നെ ഇസ്ലാം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള മതമല്ല, അപ്പോൾ അതൊന്നും ഇസ്ലാമിലില്ല, ഇസ്ലാമിലുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിന് കുറവാണ് എന്ന് കരുതി പൂർണ്ണമായി നിഷേധിക്കുന്ന ആളുകൾ ഇന്നുമുണ്ട്. ഇതൊന്നുമില്ല, കറാമത്തൊന്നുമില്ല. നമ്മുടെ സമീപകാലത്ത് പോലും കുറേ ആളുകൾ അങ്ങനെ എഴുതുകയും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹം ചെങ്കടലിൽ പിളർത്തിപ്പോയത്, അതങ്ങനെ പിളർത്തിപ്പോയതൊന്നുമല്ല. ആ ചെങ്കടലിൻ്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചെങ്കടലിൽ വളരെ ഉയരം കുറഞ്ഞൊരു ഭാഗമുണ്ട്, ഒരു കയറ്റമുള്ള കല്ലുകളും പാറക്കെട്ടുകളും നിറഞ്ഞൊരു ഭാഗം. അപ്പോൾ വേലിയേറ്റത്തിൻ്റെ സമയത്തും വേലിയിറക്കത്തിൻ്റെ സമയത്തും ഒക്കെ വെള്ളം കൂടിയും കുറഞ്ഞു ഇരിക്കും. അപ്പോൾ അങ്ങനെ വെള്ളം കുറഞ്ഞൊരു സമയത്ത് മൂസാ നബി കറക്റ്റ് അത് തിരഞ്ഞെടുത്ത് അങ്ങനെ മനസ്സിലാക്കി അതുവഴി ബനു ഇസ്രായേലിനെയും കൊണ്ട് പോയതാണ്. അതല്ലാതെ മൂസാ നബിയുടെ മുഅ്ജിസത്തൊന്നുമല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇന്നുകൊണ്ട് നമ്മൾ മലയാളക്കരയിലും ഒക്കെ ഉണ്ട്.
അപ്പൊ ഇതൊരു ഒരു 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 പശ്ചാത്തലം ഒരു സൈഡിലുണ്ട്. അപ്പുറത്ത് മറ്റൊരു വശത്ത് മനുഷ്യന് സാധിക്കാത്ത അല്ലെങ്കിൽ മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്ന ഇത്തരം ചില അത്ഭുത സംഭവങ്ങൾ, ഇതൊക്കെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ചില മനുഷ്യർക്ക്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവാചകന്മാർക്ക്, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്കൊക്കെ അള്ളാഹു ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അതായത് ഓരോ ചില ആളുകൾക്ക് ഓരോ കഴിവുകൾ, ഇന്നയാൾക്ക് ഇന്നൊരു കഴിവ്, ഈ ഒരു വലിയന് ഇന്നൊരു കഴിവ്, ഇങ്ങനെ ചില കുറേ കഴിവുകൾ അള്ളാഹു കുറേ ആളുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, അവർക്ക് ആ കഴിവുണ്ടല്ലോ. അപ്പൊ കഴിവിൽപ്പെടാത്ത ഒരു കാര്യം ഒരാളോട് ചോദിച്ചാലല്ലേ, അള്ളാഹുവിന് മാത്രം കഴിയുന്ന കഴിവിൽ, ഈ മനുഷ്യരുടെ കഴിവിലൊന്നും പെടാത്ത കുറെ കാര്യങ്ങൾ ചോദിച്ചാലല്ലേ പ്രശ്നമാവുന്നുള്ളൂ. കഴിവിലുള്ള കാര്യം ചോദിക്കാലോ. അപ്പൊ അള്ളാഹു ഇന്ന ആളുകൾക്ക് ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ സാധാരണ നമ്മുടെ നാട്ടിൽ തന്നെ പലതരത്തിലുള്ള ഒരു അസാധാരണമായ കഴിവുള്ള ആളുകളുണ്ടാവും. സ്വാഭാവികമായി തന്നെ ചില ആളുകൾ ഒരു പക്ഷേ ഒരുപാട് പ്രാക്ടീസ് കൊണ്ടോ അല്ലെങ്കിൽ ജന്മനാ തന്നെയോ ചില കാര്യങ്ങൾ, സാധാരണ എല്ലാവർക്കും ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ, അഭ്യാസ പ്രകടനമൊക്കെ നടത്തുന്ന ആളുകളുണ്ട്. നമ്മൾ കണ്ടാൽ അത്ഭുതപ്പെട്ടു. അതുപോലെ അള്ളാഹു ചില ആളുകൾക്ക് ചില അത്ഭുത കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, അത് അവരോട് ചോദിക്കാം. നിങ്ങൾ എനിക്ക് അപ്പൊ ചില ആളുകൾക്ക് അള്ളാഹു കൊടുത്തൊരു കഴിവാണ് മഴ പെയ്യിപ്പിക്കുക. ചില ഔലിയാക്കൾക്ക് അള്ളാഹു കൊടുത്തു. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ നാട്ടിൽ മഴയില്ലെങ്കിൽ, വെള്ളത്തിന് പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് അവരോട് ചോദിക്കാം. മഴയില്ല, മഴ തരണേ എന്ന് അവരോട് ചോദിക്കാം. ഒരു പ്രശ്നമില്ല, അതൊരു കുറ്റവുമാകുന്നില്ല, ഇസ്ലാമിലൊരു പ്രശ്നവും ഉണ്ടാവുന്നില്ല. അതുവരെ മരിച്ചു കഴിഞ്ഞാലും അവർക്ക് ആ കഴിവ് ഉണ്ടാവുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അവർക്ക് കൊടുത്ത കഴിവാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന, പിന്നെ അതിനോടനുബന്ധിച്ച് വേറെ കുറേ കാര്യങ്ങൾ, ഓരോ നാട്ടിലും പ്രചരിക്കുന്ന കുറേ സംഭവങ്ങൾ, കുറേ കെട്ടുകഥകൾ, ഇതൊക്കെയും കറാമത്ത് എന്ന ലേബൽ ഒട്ടിച്ച് പിന്നീട് ഇതൊക്കെയും കറാമത്താണ് എന്ന് പ്രചരിപ്പിച്ച്, അതുകൊണ്ട് തന്നെ അവർ അമാനുഷിക സിദ്ധിയുള്ളവരാണ്, അത് അവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കലാണ് എന്നതിൻ്റെ തെളിവാണ് ഈ അത്ഭുത സംഭവങ്ങൾ അവരിൽ ഉണ്ടായത് എന്നൊക്കെ പറയുകയും, പിന്നെ മരണശേഷവും അവരെ സാമ്പത്തികമായും അതുപോലെ തന്നെ ആത്മീയമായും ഒക്കെ ചൂഷണത്തിന് വിധേയമാക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളും മറുവശത്തുണ്ട്. അപ്പൊ ഇതിന് രണ്ടിനും ഇടയിൽ നിന്ന് നമ്മൾ ഖുർആനിലൂടെയും ഹദീസിലൂടെയും മുൻഗാമികളായ മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെയും ഒക്കെ ഇതിനെ കൃത്യമായി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയണം. ഇല്ലെങ്കിൽ സ്വാഭാവികമായും ഇതിൽ ഏതിലും നമ്മൾ പെട്ടുപോവാം. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ വിശദീകരിച്ചതുപോലെ ആയത്ത്, സുൽത്താൻ എന്നിങ്ങനെ പല പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് അള്ളാഹു ഖുർആനിൽ വളരെ വിശദമായി തന്നെ പല പ്രവാചകന്മാരുടെയും മുഅ്ജിസത്തുകളെയും പല ഔലിയാക്കളുടെയും കറാമത്തുകളെയും അള്ളാഹു ഖുർആനിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഹദീസുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ മുൻകാല സമൂഹങ്ങളിലുണ്ടായ കറാമത്തുകളെ അതുപോലെ തന്നെ മുഅ്ജിസത്തുകളെയും ഒക്കെ വിശദീകരിച്ചത് സ്വഹീഹായ നിലക്ക് തന്നെ ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ട് വന്നിട്ടുമുണ്ട്. അതിൽ ഒന്നാമതായി നമുക്ക് മുഅ്ജിസത്ത് ഇതിനെ എടുക്കാം. മുഅ്ജിസത്ത് എന്ന വാക്ക്, അജസ എന്ന് പറഞ്ഞാൽ അശക്തനായി അല്ലെങ്കിൽ അശക്തനാവുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അജ്സ് എന്ന് പറഞ്ഞാൽ അശക്തി, ഒരു കുറവ്, ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ, അയാൾക്കത് ചെയ്യാൻ കഴിയില്ല, ബലഹീനത. അജസ എന്ന് പറഞ്ഞാൽ ബലഹീനപ്പെടുത്തുക, മറ്റുള്ളവരെ അശക്തരാക്കുക, അയാളെ അശക്തനാക്കി, അജിസുള്ളയാളാക്കി അയാളെ. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അശക്തമാക്കുന്നത്, അഥവാ മറ്റൊന്നിനും ചെയ്യാൻ കഴിയില്ല, ഇതുണ്ടെങ്കിൽ പിന്നെ ഇത് മറ്റുള്ളതിനൊക്കെ അശക്തമാക്കി, ഇതിനാണ് ശക്തിയുള്ളത്. അപ്പൊ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം മുഅ്ജിസത്ത് അവർക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർ അറബി ഭാഷയിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതുപോലെ തന്നെ ഇസ്ലാമിക പ്രമാണങ്ങളിലും, അഥവാ മറ്റുള്ളവർക്ക് ചെയ്യാൻ സാധിക്കാത്ത, സാധാരണഗതിയിൽ മനുഷ്യൻ ഇങ്ങനെ നോക്കുമ്പോൾ ഭൂമിയിലൊന്നും നടക്കാത്ത രൂപത്തിലുള്ള കുറേ കാര്യങ്ങൾ പ്രവാചകന്മാരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നടപ്പാക്കുന്നു. അതുമാത്രമല്ല, മുഅ്ജിസത്തിനുള്ള ഒരു സവിശേഷത, അതിൻ്റെ ഒരു നിർവചനം നമുക്ക് വേണമെങ്കിൽ വായിക്കാം. അൽ മുഅ്ജിസ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി മുഅ്ജിസത്തിനെ കുറിച്ച് പറഞ്ഞ ഒരു നിർവചനമാണ്. അംറുൻ ഖാലിഖുൽ ലിൽ ആദ, സാധാരണഗതിയിൽ മനുഷ്യൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സാധാരണ മനുഷ്യന്റെ ഒരു പ്രവർത്തനങ്ങളുണ്ട്, ഈ ഭൂമിയിൽ നടക്കുന്ന കുറെ പ്രതിഭാസങ്ങൾ. അതിനപ്പുറത്ത് അവനെ അത്ഭുതപ്പെടുത്തുന്ന, അതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു കാര്യം, യുജ്രീഹില്ലാഹു തആല അലാ ഐദിൽ അംബിയാഇ വൽ മുർസലീൻ, അള്ളാഹുവിൻ്റെ റസൂലുമാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും നബിമാരിലൂടെയും അള്ളാഹു നടപ്പാക്കുന്ന ഒരു കാര്യം. ആ വാചകങ്ങൾ അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു ഒരു അത്ഭുതകരമായ ഒരു സംഗതി അള്ളാഹു പ്രവാചകന്മാരുടെ, അമ്പിയാക്കന്മാരുടെയും മുർസലിങ്ങളുടെയും നടപ്പാക്കുന്ന ഒരു കാര്യം. തഈദൻ ലഹും, ഒന്നുകിൽ അവർക്കൊരു ഒരു പിൻബലം എന്ന നിലക്ക് അവരുടെ സമൂഹങ്ങളിലെ ആളുകൾ കണ്ടു മനസ്സിലാക്കി അവർ പ്രവാചകനാണ്, ഈ പറയപ്പെട്ട ആളുകൾ, ഈ അത്ഭുതങ്ങൾ ഉണ്ടായ ആ ആളുകൾ പ്രവാചകന്മാരാണ് ഇന്ന് ജനങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി. അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ വതഹദ്ദിയൻ ലി അഖ്വാമിഹിം,
അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യം അത് നിങ്ങൾക്ക് ഏതായാലും ചെയ്യാൻ കഴിയില്ല, നിങ്ങൾക്ക് അതുപോലൊന്നും കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ അവർ അള്ളാഹുവിൻ്റെ കഴിവിനെ കൂടുതൽ ഈ പ്രവാചകന്മാരിലൂടെ ഈ വെളിപ്പെട്ട ഈ സംഭവങ്ങളിലൂടെ മനസ്സിലാക്കുകയും ഒരു വെല്ലുവിളി എന്നോണം. അത് മൊയ്സത്തിൻ്റെ മാത്രമുള്ളൊരു പ്രത്യേകതയാണ്. മൊയ്സത്തിനാണ് അങ്ങനെ ഒരു വെല്ലുവിളി ഒരു സമൂഹത്തിലുണ്ടാവുക. അഥവാ ഇതുപോലൊന്നും കൊണ്ടുവരാൻ കഴിയില്ല. ഇപ്പോൾ വിശുദ്ധ ഖുർആൻ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മൊയ്സത്താണ്, ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന മൊയ്സത്താണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത തന്നെ അത് വെല്ലുവിളിക്കുന്നു എന്നുള്ളതാണ്. അതുപോലൊന്നും കൊണ്ടുവരാൻ കഴിയില്ല. അത് കറാമത്തിന് അങ്ങനെ ഒരു വെല്ലുവിളിയില്ല. ഒരാൾ വലിയായി കറാമത്തുണ്ട്, ആ കറാമത്ത് ഒരു വെല്ലുവിളിയാകുന്നില്ല. പക്ഷെ മൊയ്സത്ത് ഒരു വെല്ലുവിളി കൂടിയായിരിക്കും. അത് മാത്രമല്ല, മൊയ്സത്തിന് വേറെയും ചില പ്രത്യേകതകളുണ്ട്. അത് ഏത് കാലത്തും കറാമത്ത് ഒരു പക്ഷേ ഒരു കാലത്ത് കറാമത്തായിരുന്നത് പിന്നീട് ചിലപ്പോൾ ഒരു നൂറ്റാണ്ട് കഴിയുമ്പോൾ ചിലപ്പോൾ അത് കറാമത്താവില്ല. എന്നിട്ട് ടെക്നോളജിയും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് വികസിച്ചല്ലോ. പക്ഷെ മൊയ്സത്ത് അങ്ങനെയല്ല. മൊയ്സത്ത് ഏത് കാലത്തും ഒരു മനുഷ്യനും ചെയ്യാൻ കഴിയില്ല, ഒരു മനുഷ്യനും അത് സാധ്യമാവുകയുമില്ല. അങ്ങനെയുള്ളതാണ് മൊയ്സത്തുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർക്ക് നൽകുന്ന ഈ അമാനുഷികമായ അത്ഭുതകരമായ സംഭവങ്ങൾ. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പല പ്രവാചകന്മാരുടെയും മൊയ്സത്തുകൾ വിശദീകരിച്ചതൊക്കെ നമ്മൾ പല ചരിത്രങ്ങളിലൂടെ കേട്ടിട്ടുണ്ടാവും. ചെറുപ്പത്തിൽ നമ്മൾ കേട്ടു പഠിച്ചു മനസ്സിലാക്കിയ ഒരുപാട് മൊയ്സത്തുകളുണ്ടല്ലോ. മൂസാ നബി അലൈഹിസ്സലാം ഒരുപാട് മൊയ്സത്തുകൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച ഒരു പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാം. നിരവധി മൊയ്സത്തുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വടി, അതുപോലത്തെ അത് താഴെയിടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല താഴെയിടാൻ കൽപ്പിക്കുകയും ഇന്ദ്രജാലക്കാരായ സാഹിര്യങ്ങളായ ആളുകളുടെ മുന്നിൽ ആ വടി താഴെയിട്ടപ്പോൾ അത് പാമ്പായി മാറുകയും അവർ കൊണ്ടുവന്ന കുറേ വടികളും കയറുകളും ഒക്കെ അവർ വിട്ടു, അതും ഇങ്ങനെ ഇളകുന്നതായി മൂസാ നബി അലൈഹി സ്വലാം നമുക്ക് തോന്നി. അവർ സാഹിര്യങ്ങളായിരുന്നു, സിഹർ ചെയ്യുന്ന ആളുകളായിരുന്നു. ഈ വടി അവയൊക്കെ തിന്ന്, ഈ പാമ്പായി മാറിയ ഈ വടി അവയൊക്കെ തിന്ന് നശിപ്പിക്കുകയും ചെയ്തു. അത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പലയിടങ്ങളിൽ വിശദീകരിച്ച മൂസാ നബി അലൈഹി സ്വലാമയുടെ ഒരു മൊയ്സത്താണ്. ഫഅൽഖാ മൂസ അസാഹു ഫഇദാ ഹിയ തൽഖഫു മാ യഫികൂൻ. അവർ കൊണ്ടുവന്ന, അവർ പ്രവർത്തിച്ച ആ സിഹറിന്റെ ഭാഗമായി ഉണ്ടായ ആ കയറുകളും കമ്പുകളുമൊക്കെ മൂസാ നബി അലൈഹി സ്വലാമയുടെ വടി വിഴുങ്ങിക്കളഞ്ഞു, അത് പാമ്പായി മാറി. ഫൗൽഖിയ സഹറത്തു സാജിദീൻ ഖാലു ആമന്നാ ബിറബ്ബിൽ ആലമീൻ. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ സാഹിര്യങ്ങളായ ഈ ചെപ്പടി വിദ്യകൾ കൊണ്ട് മനുഷ്യനെ, കൺകെട്ട് വിദ്യകൾ കൊണ്ട് മനുഷ്യനെ പറ്റിക്കുന്ന ആളുകൾ അപ്പുറത്താണ് ഉള്ളത്. അവർക്കപ്പോൾ തന്നെ മനസ്സിലായി ഇത് നമ്മൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും വിദ്യകളോ അഭ്യാസങ്ങളോ നടത്തി അങ്ങനെ തോൽപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല. അതല്ല ഇത്. നമ്മുടെ അടുത്തുള്ള സിഹറുണ്ട്, മാജിക്കുണ്ട്, ഇന്ദ്രജാലമുണ്ട്. ഇത് പ്രയോഗിച്ചുകൊണ്ട് നമുക്ക് പല വിദ്യകളും കാണിക്കാൻ കഴിയും. ഇപ്പോൾ ഇത് മൂസാ നബി അലൈഹി സ്വലാമയെ പോലും പേടിപ്പിച്ചത് ഇതുകൊണ്ടാണ്. പക്ഷെ മൂസാ നബി അലൈഹി സ്വലാമയുടെ ആ മൊയ്സത്ത് കണ്ടപ്പോർക്ക് മനസ്സിലായത് ഇത് നമ്മുടെ കൈവശമുള്ള സംഗതിയല്ല, അത് അതിനേക്കാൾ അപ്പുറത്തുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വിശ്വസിക്കാൻ ഏറ്റവും എളുപ്പമായിരുന്നു. കാരണം അവരാണല്ലോ ഈ ഏറ്റവും വലിയ കുതന്ത്രങ്ങൾ ചെയ്യുന്ന ആളുകൾ. അപ്പോൾ അവർക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കേസല്ല. ഖാലു ആമന്നാ ബിറബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ റബ്ബിൽ വിശ്വസിക്കുക. അപ്പോൾ തന്നെ സുജൂദിലായി അവർ വീണു. മൂസാ നബി അലൈഹി സ്വലാം വിശ്വസിച്ചു എന്നത് നമ്മൾ കേട്ട ചരിത്രമാണ്. അതുപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാമയുടെ ചരിത്രം, ഓരോ മൊയ്സത്തുകളെയും നമ്മൾ വിശദീകരിക്കുന്നില്ല. ഈസാ നബി അലൈഹി സ്വലാം, അത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പലയിടത്തും ഇതുപോലെ അസാധാരണമായ കുറേ മൊയ്സത്തുകൾ ഈസാ നബി അലൈഹി സ്വലാമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെളിപ്പെടുത്തിയിട്ടുണ്ട്. കളിമണ്ണ് കുഴച്ച് ഒരു പക്ഷിയുടെ രൂപമുണ്ടാക്കുകയും ആ പക്ഷിയിലേക്ക് ഊതാൻ പറയുകയും ചെയ്യും. ആ പക്ഷി ജീവനുള്ള പക്ഷിയായി പറന്നു പോവുക. അന്ധനെയും അതുപോലെ തന്നെ കുഷ്ഠരോഗിയെയും ഒക്കെ ഈസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ അനുവാദത്തോടു കൂടി തന്നെ സുഖപ്പെടുത്തുക. മരിച്ചവരെ അള്ളാഹുവിൻ്റെ അനുവാദത്തോടുകൂടി ജീവിപ്പിക്കുക. ഇതൊക്കെ ഈസാ നബി അലൈഹി സ്വലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ, അത് ഈസാ നബിയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെളിപ്പെടുത്തിയ ചില മുഅ്ജിസത്തുകളായിരുന്നു. ഇനി ആളുകൾക്കിടയിൽ സംശയമുണ്ടാകുന്ന കുറേ മേഖലകളുണ്ട്. ഈ മുഅ്ജിസത്തുകൾ ഇപ്പം ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് ഒരു കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തതുപോലെ ആളുകൾ അതാണല്ലോ ന്യായമായി പറയുന്നത്. ഒരു കഴിവ് അല്ലാഹു കൊടുത്തു, അപ്പോൾ ഈ കഴിവ് എപ്പോഴും ആ മനുഷ്യർ ഉപയോഗിക്കാം. പ്രവാചകനോ വലിയോ ആരായിക്കൊള്ളട്ടെ, ആ മനുഷ്യൻ എപ്പോഴും ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രവാചകന്, ഏതൊരു നബി ആവട്ടെ, ഏതൊരു റസൂലാവട്ടെ, എപ്പോഴും ഏത് സമയത്തും ഇങ്ങനെ വെളിപ്പെടുത്താൻ കഴിയുന്ന, ഒരു മാജിക് പോലെ കുറേ കാണികളെ വിളിച്ചുകൂട്ടി ഇന്ന് പ്രദർശിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണോ ഈ മുഅ്ജിസത്ത്? എപ്പോഴും ആ മനുഷ്യൻ ഉദ്ദേശിക്കുമ്പോൾ വെളിപ്പെടുത്തുന്ന, ആ മനുഷ്യന് ഇങ്ങനെ കാണിക്കാൻ കഴിയുന്ന ഒന്നാണോ ഈ മുഅ്ജിസത്ത്? അങ്ങനെ അല്ല എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനും ഇസ്ലാമിക പ്രമാണങ്ങളും ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് എടുക്കാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമെ തീയിലേക്ക് എറിയാൻ പോവാണ്. അപ്പോൾ തീയിലേക്ക് എറിയുമ്പോൾ
തണുപ്പും സമാധാനവുമായി മാറി എന്ന് നമ്മളെല്ലാം അറിയാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുമാണ്. പക്ഷെ തീയിലെറിയുന്നതിന് ആ ഒരു സെക്കൻഡ് മുമ്പ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിന് ഒരു മിനിറ്റ് മുമ്പ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമൊക്കെ അറിയുമായിരുന്നോ ഈ തീ ഇങ്ങനെ ആയി മാറും എന്നുള്ളത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന മനുഷ്യന് ലോകം സൃഷ്ടിച്ച അന്നു മുതൽ, പ്രപഞ്ചത്തിന്റെ അന്നു മുതൽ ഇന്നും തുടരുന്ന പ്രപഞ്ചത്തിലെ പ്രതിഭാസമാണ് തീ എന്ന് പറഞ്ഞാൽ അതിന് ചൂടുണ്ടാവും, അതിലേക്ക് എന്തെങ്കിലും വസ്തുക്കൾ ഇട്ടാൽ അത് കരിക്കും, അത് നശിപ്പിക്കും. ഇത് ലോകം ഒട്ടാകെ നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഇതിനൊരു മാറ്റവും ഇല്ല. അത് അന്നും അങ്ങനെ തന്നെ, ഇന്നും അങ്ങനെ തന്നെ. ഇതിനൊരു മാറ്റം ഉണ്ടാവുമോ ഇല്ലയോ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് അറിയാമായിരുന്നു? അറിയില്ലായിരുന്നു. അറിയുമായിരുന്നെങ്കിൽ അദ്ദേഹം എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ തീയിലേക്ക് എറിയുന്നതിനും അദ്ദേഹം അവസാനമായി പ്രാർത്ഥിച്ച പ്രാർത്ഥന സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ. അള്ളാഹുൽ ബരമേൽപ്പിക്കുകയും അള്ളാഹുൽ പ്രാർത്ഥിക്കുകയുമാണ് ചെയ്തത്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് തീയോട് പറഞ്ഞു, ഖുൽനാ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ നാറു കൂനി ബർദൻ വ സലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിമിന് മേൽ അല്ലയോ തീയെ നീ തണുപ്പും സമാധാനവുമായി മാറുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പോ ആ തീ അതുവരെ ഉണ്ടായിരുന്ന ലോകത്ത്, അതുവരെ ഒരു മനുഷ്യന് വേണ്ടിയും തീ തണുപ്പായി മാറിയിട്ടില്ലല്ലോ. അതുവരെ ലോകത്ത് മാറ്റമില്ലാതെ തുടരുന്ന ഈ പ്രപഞ്ചത്തിലെ ഈ പ്രതിഭാസം അതുവരെ അങ്ങനെ തന്നെ തുടർന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ സംഭവിച്ചത് ഇന്നും അങ്ങനെ തന്നെ തുടരുന്നു. നമുക്കൊക്കെ അനുഭവം ഉള്ളതാണ്. അപ്പൊ അത് അദ്ദേഹത്തിന് വേണ്ടി എന്ത് ചെയ്തു? അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിലൂടെ ആ ഒരു മുഅ്ജിസത്ത് വെളിപ്പെടുത്തി. അദ്ദേഹത്തിന് അതിന് മുൻപും അറിയില്ലായിരുന്നു തീ. അങ്ങനെ അറിയുമായിരുന്നെങ്കിൽ അദ്ദേഹം തീയിലേക്ക് ഇറങ്ങുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഏത് സമയത്തും തീയിലേക്ക് ചാടാൻ തയ്യാറായി നിന്ന് മറ്റുള്ളവരെയൊക്കെ ഞാൻ തീയിലേക്ക് ചാടാം എന്ന് കാണിക്കുകയായിരുന്നല്ലോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെയ്യേണ്ടിയിരുന്നത്. വിശുദ്ധ ഖുർആനിലൂടെ സൂറത്ത് ഗാഫിറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വ്യക്തമായി പറയുന്നത് കാണാൻ കഴിയും. ഏതൊരു പ്രവാചകൻ, ഏതൊരു റസൂലാവട്ടെ എന്ന് അള്ളാഹു എടുത്തു പറയുന്നത്, ഏതൊരു റസൂലാവട്ടെ, നബിയാകട്ടെ, സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങനെ തോന്നുമ്പോഴൊക്കെ ഒരു മാജിക് പോലെ, ഒരാൾ പ്രാക്ടീസ് ചെയ്ത് നേടിയെടുത്തൊരു വിദ്യ പോലെ ഇങ്ങനെ കാണിച്ചു നടക്കാവുന്ന ഒന്നല്ല ഈ മുഅ്ജിസത്ത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഗാഫിറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലഖദ് അർസൽനാ റസൂലൻ മിൻ ഖബ്ലിക് മിൻഹും മൻ ഖസസ്നാ അലൈക വമിൻഹും മൻ ലം നഖ്സുസ് അലൈക. അല്ലയോ പ്രവാചകരെ, താങ്കൾക്ക് മുമ്പും ഒരുപാട് പ്രവാചകന്മാരെ നീ നിയോഗിച്ചിട്ടുണ്ട്. അവരിൽ പലരുടെയും ചരിത്രം ഞാൻ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, പറയാതെയും ഇരുന്നിട്ടുണ്ട്. ഖുർആനിൽ പല പ്രവാചകന്മാരുടെ ചരിത്രം അള്ളാഹു പറഞ്ഞു, പറയാതെയും ഇരുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമാ കാന ലിറസൂലിൻ അൻ യഅതിയ ബിആയത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അള്ളാഹുവിന്റെ അനുവാദത്തോടു കൂടി അല്ലാതെ ഒരു പ്രവാചകൻ, വമാ കാന ലിറസൂലിൻ, ഒരു റസൂലിനും അൻ യഅതിയ ബിആയത്തിൻ, ഒരായത്ത് കൊണ്ടുവരാൻ കഴിയില്ല. ആ ആയത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനിലെ ആയത്ത് എന്നല്ല, മുൻഗാമികളായ പ്രവാചകനൊക്കെ ഏതൊരു പ്രവാചകൻ എന്നാണല്ലോ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മാത്രമല്ലല്ലോ. ഖുർആനിലൊരു ആയത്ത് എന്ന് അല്ല അർത്ഥം. ഏതൊരു ദൃഷ്ടാന്തവും കൊണ്ടുവരാൻ അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ ഇല്ലാ ബിഇദ്നില്ല ഒരു പ്രവാചകനും കഴിയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹു അവരിലൂടെ വെളിപ്പെടുത്തുന്നതാണ് മുഅ്ജിസത്ത് എന്നുള്ളത്. അതിന് ഏറ്റവും നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഉദാഹരണമാണ് വിശുദ്ധ ഖുർആൻ. ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്താണല്ലോ വിശുദ്ധ ഖുർആൻ. ഈ ഖുർആൻ പ്രവാചകൻ തോന്നുമ്പോഴൊക്കെയും ഉദ്ദേശിക്കുമ്പോഴൊക്കെയും അവതരിപ്പിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നു ഖുർആൻ. അത് മാത്രം ആലോചിച്ചാൽ മതിയല്ലോ. ഖുർആൻ റസൂലിൽ ഇങ്ങനെ തോന്നുകയാണ്, ഇന്ന് രാവിലെ ഒരായത്ത് ഇറങ്ങട്ടെ, നാളെ രാവിലെ സൂറത്ത് ഖാഫ് മുഴുവൻ ഇറങ്ങട്ടെ. ഇങ്ങനെ റസൂലിൽ ഇങ്ങനെ തോന്നുമ്പോഴൊക്കെ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നു വിശുദ്ധ ഖുർആൻ. അല്ലല്ലോ, നേരെ മറിച്ച് അതിന് വിപരീതമായ പലതും നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു ചില സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചിട്ടും ഖുർആൻ അവതരിപ്പിച്ചു കൊടുക്കാത്ത സമയങ്ങളുണ്ട്. വഹീന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹി ഇറങ്ങാതെ വിഷമിച്ച് ഹിറാ ഗുഹയുടെ ആ പരിസരങ്ങളിലും ഒക്കെ പോയത് നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ ഉദ്ധരിക്കപ്പെട്ടത് കാണാൻ കഴിയും. വഹി വന്നു, പിന്നെ വരുന്നില്ല. അതുപോലെ തന്നെ മക്കയിലും മുശ്രിക്കുകൾ പലതും വെല്ലുവിളിച്ചു. പ്രവാചകൻ പറഞ്ഞു, നാളെ പറയാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, നാളെ പറയാം. പക്ഷെ അള്ളാഹു അത് അവതരിപ്പിച്ചു കൊടുത്തില്ല. പ്രവാചകൻ വളരെയേറെ ബുദ്ധിമുട്ടി, പ്രയാസപ്പെട്ടു. വഹി വരാത്തത് എന്ത് എന്ന് വളരെയധികം മനോവിഷമത്തിലായി. അവസാനം പിന്നെയും ആഴ്ചകൾ കഴിഞ്ഞിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ ആയത്തുകൾ ഇറക്കി കൊടുത്തത്. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ദേശിക്കുമ്പോൾ, അങ്ങനെ തോന്നുമ്പോഴൊക്കെ ഖുർആൻ ഇറങ്ങാനും തോന്നുമ്പോഴൊക്കെ ഖുർആൻ ഓതി കൊടുക്കാനും ഒന്നും പ്രവാചക സ്വല്ലല്ലാഹു പോലും കഴിഞ്ഞില്ല. അപ്പൊ അത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്. ഏറ്റവും വലിയ അള്ളാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്താണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ പോലും ഇഷ്ടമുള്ളപ്പോൾ തന്റെ ഒരു നിയന്ത്രണത്തിനനുസരിച്ച് ഖുർആൻ ഇറക്കിപ്പിക്കാനോ അവതരിപ്പിക്കാനോ പ്രവാചകന് പോലും കഴിയില്ല. അപ്പൊ അള്ളാഹു എപ്പോഴാണോ ഉദ്ദേശിക്കുന്നത്, അള്ളാഹു എപ്പോഴാണോ പ്രവാചകൻ ആ ആയത്ത് ഇറങ്ങണം എന്ന് ഉദ്ദേശിക്കുന്നത്, അവതരിപ്പിച്ചു കൊടുക്കുന്നത്, അപ്പോഴാണത് ഖുർആൻ ഇറങ്ങുക. ജിബ്രീൽ അലൈഹി ഇസ്ലാമിലൂടെയാണ്
അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് ഖുർആൻ എത്തിച്ചു കൊടുത്തത്. അപ്പൊ അങ്ങനെ അള്ളാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിലൂടെ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്താണ് വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അവതരിപ്പിക്കപ്പെട്ടത്. ഇത് പ്രവാചകന്റെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുഅ്ജിസത്തുകളുടെ സ്വഭാവം എന്ന് പറയുന്നതിന് വെല്ലുവിളി സ്വഭാവം ഉണ്ടായിരിക്കും. ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പല രൂപത്തിൽ ഖുർആനിനെ പോലൊന്ന് കൊണ്ടുവരും. ഖുർആനിലെ പോലെ ഒരു ആയത്തെങ്കിലും ഒരു സൂറത്തെങ്കിലും ഒരു 10 സൂറത്തെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ? ഒക്കെ അങ്ങനെയൊക്കെ പല രൂപത്തിൽ പല പദപ്രയോഗങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെ പോലൊന്ന് കൊണ്ടുവരൂ എന്ന് ശത്രുക്കളോട് വെല്ലുവിളിച്ചിട്ടുണ്ട്. കാരണം അത് മുഅ്ജിസത്താണ്. അതിന് കാലാകാലം വരെ മനുഷ്യന് കൊണ്ടുവരാനേ കഴിയില്ല. വേറെ ആര് വിചാരിച്ചാലും, ഒരു കൂട്ടം ആളുകൾ വിചാരിച്ചാലും, ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിജീവികൾ വിചാരിച്ചാലും അത് ഇന്നും അങ്ങനെ നടക്കണല്ലോ. ഇന്നും അതിനുവേണ്ടി നിരീശ്വരവാദികളായ ആളുകളൊക്കെ സൈറ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഖുർആന്റെ കോപ്പി ഉണ്ടാക്കാൻ വേണ്ടി അറബി ഭാഷയിൽ സൈറ്റ്. എന്നിട്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്തുകളുടെ അതേപോലെ കോപ്പി പോലെ ഇങ്ങനെ കൊറോണയെ പറ്റിയൊക്കെ അവർ കൊറോണ കാലത്തൊരു സൂറത്തൊക്കെ എഴുതി ഇങ്ങനെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് വായിച്ച് ഇസ്ലാമിക പ്രബോധകന്മാരായ ആളുകൾ തന്നെ പിന്നീട് ചിരിച്ചുപോയി അവസാനം അതിൻ്റെ മറുപടിയായി വീഡിയോകളിലൂടെയും മറ്റും കൊറോണ കാലത്ത് തന്നെ പ്രദർശിപ്പിച്ചത് ഒരു പക്ഷേ നമുക്ക് കണ്ടിട്ടുണ്ടാവാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. വഇൻ കുൻതും ഫി റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലി. നാം നമ്മുടെ അടിമയ്ക്ക് അവതരിപ്പിച്ചു കൊടുത്ത ഈ ഖുർആനിൽ ആർക്കെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലി, ഖുർആനിലെ പോലെ ഒരു സൂറത്തെങ്കിലും നിങ്ങൾ കൊണ്ടുവന്നാൽ മതി. ഒന്നെങ്കിലും കൊണ്ടുവരും. വദു ശുഹദാഅകും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ. നിങ്ങൾ ശരിയാണ് പറയുന്നതെങ്കിൽ, നിങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ ഇതിന് പുറമെ അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരൊക്കെ നിങ്ങൾ സഹായത്തിന് വിളിക്കാൻ പറ്റുമോ അവരൊക്കെ നിങ്ങൾ സഹായത്തിന് വിളിച്ച് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ കൊണ്ടുവന്നോളൂ. സൂറത്തുൽ ഇസ്രായിലൂടെ അള്ളാഹു പിന്നെയും വളരെ കൃത്യമായ പ്രസ്താവന നടത്തുന്നത് കാണാൻ. കുല്ല ഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിൻ അലാ അൻ യഅതു ബിമിസ്ലി ഹാദൽ ഖുർആൻ. മനുഷ്യരും ജിന്നുകളും ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിന്റെ സൃഷ്ടികളായുള്ള ആരൊക്കെയും എല്ലാവരും ഒരുമിച്ച് കൂടി എന്നിട്ട് ശ്രമിച്ചാലും അൻ യഅതു ബിമിസ്ലി ഹാദൽ ഖുർആൻ, ഖുർആനെ പോലൊന്ന് കൊണ്ടുവരാൻ അവർ ശ്രമിക്കുകയാണെങ്കിൽ ലാ യഅതൂന ബിമിസ്ലി വലൗ കാന ബഅദുഹും ലിബഅദിൻ ദഹീറ. പരസ്പരം അവരൊക്കെ സഹായിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തുണയൊക്കെ കൊടുത്താലും എന്തു വന്നാലും അവർക്ക് അതുപോലൊന്നും കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ പോലും അതങ്ങനെ തന്നെയാണ്. പ്രവാചകനെ കുറിച്ച് അള്ളാഹു സൂറത്തുൻ നജ്മിലൂടെ വിശദീകരിച്ചത് അങ്ങനെ തന്നെയാണല്ലോ. വന്നജ്മി ഇദാ ഹവാ മാ ദല്ല സാഹിബുക്കും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ. പ്രവാചകൻ സ്വന്തം തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്ന ആളായിരുന്നു. ഖുർആൻ ഇറങ്ങുമ്പോൾ ഇങ്ങനെ സ്വയം ഇങ്ങനെ ഉണ്ടാക്കി ഇറക്കാൻ കഴിയുന്ന ഒരാളല്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ. അത് അദ്ദേഹത്തിന് നൽകപ്പെടുന്ന ബോധനമായി അള്ളാഹു ഇറക്കി കൊടുക്കുന്ന വഹ്യു മാത്രമാണ് ഈ വിശുദ്ധ ഖുർആൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങാനും സ്വന്തം നിലക്ക് കാര്യങ്ങൾ ഉണ്ടാക്കിയിരുന്നെങ്കിൽ, അള്ളാഹുവിന്റെ പേരിൽ പലതും സൃഷ്ടിച്ചിരുന്നു എങ്കിൽ, അഥവാ ഉണ്ടാക്കി പറഞ്ഞിരുന്നു എങ്കിൽ അത് എത്രമാത്രം ഗുരുതരമായിരിക്കും എന്ന് വിശുദ്ധ ഖുർആനിലൂടെ തന്നെ അള്ളാഹു താക്കീദിന്റെ വളരെ കർശനമായ സ്വരത്തിൽ അത് വിശദീകരിച്ചു നമുക്ക് കാണാൻ കഴിയുമല്ലോ. വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ. ഇനി അദ്ദേഹം എങ്ങാനും നമ്മുടെ മേൽ എന്തെങ്കിലും ചില കാര്യങ്ങൾ ഉണ്ടാക്കി പറഞ്ഞാൽ, തഖവ്വല എന്ന് പറഞ്ഞാൽ സ്വയം ഉണ്ടാക്കി പറയുക, ഖാല എന്ന് പറഞ്ഞാൽ അറബിയിൽ പറഞ്ഞു എന്നാണ്. തഖവ്വല എന്ന് പറഞ്ഞാൽ സ്വയം ഉണ്ടാക്കി പറയുക, സ്വയം എൻ്റെ അടുത്തുനിന്ന് ഞാൻ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അഖദ്നാ മിൻഹു ബിൽ യമീൻ. അദ്ദേഹത്തെ നാം നമ്മുടെ വലത് കരം കൊണ്ട് പിടികൂടുകയും സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ. നാം അദ്ദേഹത്തിന്റെ ജീവനാടി ഖണ്ഡിച്ചു കളയുകയും ഫമാ മിൻകും മിൻ അഹദിൻ അൻഹു ഹാജിസീൻ. നാം അത് ചെയ്യുകയാണെങ്കിൽ, അള്ളാഹു പ്രവാചകന്റെ ഖണ്ഡനാടി മുറിക്കാനാണ് അള്ളാഹു തീരുമാനിക്കുകയാണെങ്കിൽ, ഫമാ മിൻകും മിൻ അഹദിൻ അൻഹു ഹാജിസീൻ, അതിൽ നിന്ന് പടച്ചോനെ തടയാൻ നിങ്ങൾക്ക് ഒരാൾക്ക് കഴിയുകയും ചെയ്യുമായിരുന്നില്ല. കാരണം അത്ര സുരക്ഷിതമാണ് വിശുദ്ധ ഖുർആൻ. ആ മുഅ്ജിസത്ത് അത് അങ്ങനെ തന്നെയാണ്. അത് അള്ളാഹുവിൽ നിന്ന് നേരിട്ട് ഇറങ്ങിയതാണ്. ഓരോ പല പ്രവാചകന്മാരുടെയും മുഅ്ജിസത്തുകൾ നമുക്ക് എടുത്തു പരിശോധിച്ചാൽ ഈ വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മൂസാ നബി അലൈഹി സ്വലാമയുടെ വടി എന്ന് പറഞ്ഞാൽ പല ആളുകളും മനസ്സിലാക്കുന്ന പോലെ, ഇത് സാധാരണ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ തെറ്റായ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകൾ മനസ്സിലാക്കുന്ന പോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതൊരു മജീഷ്യന്റെ മാജിക്കുകാരന്റെ കയ്യിലുള്ളൊരു വടി പോലെ ആയിരുന്നൊരു വടി ആയിരുന്നേനെ. അത് എപ്പോഴും മൂസാ നബിക്ക് എന്തെങ്കിലും അത്ഭുതങ്ങൾ ഇങ്ങനെ കാണിക്കാൻ ഒരു മാന്ത്രിക വടി, കാർട്ടൂണുകളിലും അതുപോലെ തന്നെ കുട്ടികളൊക്കെ കാണുന്ന ചില എന്തിലും തൊട്ടാലും എന്തെങ്കിലുമൊക്കെ സാധിക്കുന്ന അങ്ങനെ ചില മാറ്റങ്ങളൊക്കെ വരുത്താൻ കഴിയുന്ന ഒരു വടി ആയിരുന്നേനെ ചരിത്രത്തിൽ അങ്ങനെ ഒരു വടി. പക്ഷെ അങ്ങനെ ഒരു വടിയല്ല മൂസാ നബി അലൈഹി സ്വലാമിന്റെ വടി. മൂസാ നബി അലൈഹി സ്വലാമിയുടെ വടി ഒരു മാന്ത്രിക വടി ആയിരുന്നു. മൂസാ നബി അലൈഹി സ്വലാം ഉദ്ദേശിക്കുമ്പോഴൊക്കെ മൂസാ നബിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒന്നായിരുന്നു. എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ തൊട്ടാൽ അല്ലെങ്കിൽ അതുകൊണ്ട് അടിച്ചാൽ മൂസാ നബി ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന ഒന്നായിരുന്നു ഈ വടി. അല്ല, മൂസാ നബി അലൈഹി സ്വലാമയോട്
അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി ആ വടി അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാമെ പ്രവാചകനായി നിയോഗിക്കുന്ന ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല താഴെ ഇടാൻ പറഞ്ഞു, അത് പാമ്പായി. പിന്നെ അത് വീണ്ടും കയ്യിലെടുക്കാൻ പറഞ്ഞു. പിന്നെ ഫിറഔന്റെ അടുത്തേക്ക് പ്രവാചകനായി നിയോഗിച്ചു. അവിടെ ചെന്ന് ആളുകളൊക്കെ മുന്നിൽ നിൽക്കുന്ന ആഘോഷ ദിവസത്തിൽ ആയിരക്കണക്കിന് സാഹിര്യങ്ങളായ ആളുകൾ, മാരണ വിദ്യക്കാരായ ആളുകളുടെ മുമ്പിൽ വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും കൽപ്പിച്ചു, മൂസാ നീ വടി താഴെ ഇടണം. അപ്പോൾ അത് പാമ്പായി മാറി. മറ്റുള്ള ആളുകൾ കൊണ്ടുവന്ന ആ ആഭിചാര വിദ്യ മൊത്തം വിഴുങ്ങിക്കളഞ്ഞു. അപ്പൊ ഇത് മൂസാ നബി അലൈഹി സ്വലാമക്ക് അറിയാം. അള്ളാഹു, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചില ആളുകൾ വിശ്വസിക്കുന്നത് അള്ളാഹു ഇങ്ങനെ കുറെ കഴിവുകൾ ഇങ്ങനെ കുറെ പ്രവാചകന്മാർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ അവർക്ക് ഇഷ്ടം വരുമ്പോൾ ഉപയോഗിക്കാം, ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കാം. അങ്ങനത്തെ കുറെ കഴിവുകളാണ് ഇവർക്കൊക്കെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ആയിരുന്നെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാമയുടെ പിന്നീടുള്ള ജീവിതം നമുക്ക് പരിശോധിച്ച് നോക്കാം. മൂസാ നബി ഒരുപാട് സന്ദർഭങ്ങളിൽ വളരെ പ്രയാസങ്ങളിൽ അകപ്പെട്ട സന്ദർഭങ്ങളുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ ഈ ചെറിയ കുട്ടികളുടെ കഥയിലൊക്കെ കാണുന്ന പോലെ ആ വടിയൊന്നും എടുത്ത് ഉപയോഗിച്ച പോരായിരുന്നു. എന്തായിരുന്നു മൂസാ നബിക്ക് ആ വടി ഉപയോഗിക്കാനുള്ള പ്രശ്നം? പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നെ ഏറ്റവും വലിയ പ്രശ്നം അഭിമുഖീകരിച്ച ഒരു സമയമല്ലോ ഫിർഔൻ. അതുപോലെ തന്നെ മുൻപിൽ ചെങ്കടൽ, പുറകിൽ ഫിർഔനും ഫിർഔന്റെ സൈന്യവും, അഥവാ ചെകുത്താനും കടലിലും നടുക്ക് എന്ന് പറയുന്ന പോലെ ഇനി ഓടാൻ വേറെ സ്ഥലമില്ല. ബനു ഇസ്രായേലിലെ ആളുകൾ രാത്രിക്ക് രാമാനം നമ്മളിങ്ങനെ ഈജിപ്തിൽ നിന്ന് നമ്മളെ ഫലസ്തീനിലേക്ക് കൊണ്ടുപോകാം, ചെങ്കടൽ കടത്താം എന്ന് പറഞ്ഞ് വാഗ്ദാനം നൽകി വന്ന മൂസാ നബി അലൈഹി സ്വലാമോട് ചോദിക്കുകയാണ്, എവിടെ മൂസ? വിശുദ്ധ ഖുർആൻ തന്നെ വിവരിക്കുന്നത് പോലെ ഫലമ്മ തറ അൽ ജമാൻ, രണ്ട് സൈന്യവും ഇങ്ങനെ കണ്ടുമുട്ടിയപ്പോൾ ബനു ഇസ്രായേലിലെ ആളുകൾ ഒന്നുമില്ല, കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല, ആകപ്പെട്ടു. മൂസ എന്ന ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടാണ് ഈ പ്രവാചകൻ സല്ലല്ലാഹു മൂസാ നബി അലൈഹി സ്വലാമയുടെ വാക്ക് കേട്ടാണ് അദ്ദേഹത്തിന് പിറകെ ഇറങ്ങി പുറപ്പെട്ടത്. ദാബേക്കിൽ ഫിർഔൻ വന്നു, ഇനി അങ്ങോട്ട് ഓടാൻ സ്ഥലമൊന്നുമില്ല. അപ്പൊ അവര് പറഞ്ഞ വാചകങ്ങൾ എന്താണ്? ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ, എല്ലാം കഴിഞ്ഞു, നമ്മളൊക്കെ പിടിച്ചു, ഇനി വേറൊരു വാതിലില്ല, ഇനി രക്ഷപ്പെടാനൊന്നുമില്ല. ഫിർഔൻ സൈന്യം, നമ്മളിതാ പെട്ടു, മുമ്പിൽ കടൽ. അപ്പം മൂസാ നബി അലൈഹി സ്വലാമയുടെ കയ്യിൽ അതേ വടി അപ്പോഴുമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ആ വടി കൊണ്ട് എന്ത് അത്ഭുതവും ഏത് സമയത്തും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒന്നാണ് ആ വടി എങ്കിൽ മൂസാ നബി അലൈഹി സ്വലാമക്ക് വളരെ ധൈര്യമായിരുന്നല്ലേ, വടി ഉപയോഗിച്ചാൽ മതി. പക്ഷെ അപ്പോഴും മൂസാ നബി അലൈഹി സ്വലാമക്ക് അറിയില്ലല്ലോ ആ വടി എന്താണ് ചെയ്യേണ്ടതെന്ന്. മൂസാ നബി അലൈഹി സ്വലാം തിരിച്ചവരോട് പറഞ്ഞത് എന്താണ്? ആരും പേടിക്കണ്ട, എൻ്റെ കയ്യിൽ വടിയുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പ്രത്യേക കഴിവുകളൊക്കെ തന്ന വടിയാണിത്, ഈ വടി ഉപയോഗിച്ച് നമുക്ക് ഏത് ആപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും, ആരും പേടിക്കണ്ട എന്ന് പറഞ്ഞോ? ഇല്ല. മൂസാ നബി അലൈഹി സ്വലാമക്ക് അപ്പോഴും ആ വടി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. മുമ്പ് അള്ളാഹു പറഞ്ഞു, അവിടെ ഇടാൻ പറഞ്ഞപ്പോൾ അത് പാമ്പായി, അത് ഇനിയിപ്പോൾ ഇവിടെ ഇട്ടിട്ട് പാമ്പായി കഴിഞ്ഞാൽ പാമ്പിനെ കിട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ, ഈ അപകടത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? മൂസാ നബി സ്വലാമക്ക് അറിയില്ല. ഖുർആൻ അത് കൃത്യമായ സന്ദർഭം ഇങ്ങനെ ഉദ്ധരിച്ചല്ലോ, ഫലമ്മ തറ അൽ ജമാൻ ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ, നമ്മളിതാ പിടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മൂസാ നബി അലൈഹി സ്വലാമയുടെ അനുയായികൾ അസ്ഹാബുകൾ മൂസാ നബി അലൈഹി പറഞ്ഞപ്പോ അതേപോലെ ഖാല കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, വടിയും പിടിയൊന്നുമല്ല, വടിയും അതുപോലെ തന്നെ ഇതുപോലുള്ള ഭൗതികമായ കുറെ സംഗതികളിലല്ല ഒരു മനുഷ്യൻ വിശ്വാസം അർപ്പിക്കേണ്ടതും തവക്കുൽ ചെയ്യേണ്ടതും. മൂസാ നബി അലൈഹി സ്വലാം ഖാല കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്തിനാ പേടിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല, പിടിക്കപ്പെട്ടോ അതൊന്നും ഒരിക്കലുമില്ല. ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്, സയഹ്ദീനി, എനിക്ക് എന്റെ റബ്ബ് വഴി കാട്ടിത്തരും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാം റബ്ബിനോട് പ്രാർത്ഥിച്ചു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫഔഹൈനാ ഇലാ മൂസ അനിദ്രിബ് ബിഅസാകൽ ബഹർ, അപ്പൊ നാം മൂസാക്ക് ബോധനം നൽകി, വഹി നൽകി, അനിദ്രിബ് ബിഅസാക്, നിന്റെ ആസ വടി കൊണ്ട് നീ എന്ത് ചെയ്യുക, അനിദ്രിബ് ബിഅസാകൽ ബഹർ, കടലിനെ അടിക്കുക. അപ്പൊ മൂസാ നബിക്ക് എപ്പോഴും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മാന്ത്രിക വടി എപ്പോഴും കയ്യിലുണ്ടെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അള്ളാഹു സുബ്ഹാനഹു ഇങ്ങനെ ഇടക്കിടക്ക് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അള്ളാഹു നേരത്തെ കൊടുത്തതാണ്, മൂസാദി ഈ വടി നീ എടുത്തോ, ഇനി ഭാവിയിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഈ വടി കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി, എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നാണെങ്കിൽ അത് ഉപയോഗിച്ചങ്ങ് പോയാൽ പോരെ. പക്ഷെ മൂസാ നബി അലൈഹി സ്വലാമക്ക് അങ്ങനെ കൊടുത്ത അള്ളാഹു ഇങ്ങനെ എപ്പോഴും യഥേഷ്ടം ഉപയോഗിക്കാൻ കൊടുത്തൊരു കഴിവായിരുന്നില്ല പ്രവാചകന്മാരുടെ ആരുടെയും മൗജിസത്തുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം കൂടിയാണ്, ഒരു സന്ദർഭം കൂടിയാണ് മൂസാ നബി അലൈഹി സ്വലാമുടെയും മൗജിസത്ത്. അപ്പൊ അള്ളാഹു അപ്പോൾ വഹ്യു കൊടുത്തു, അപ്പോൾ ചെയ്യേണ്ടത് ഇതാണ്. മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ ആ കൽപ്പന നിർവഹിച്ചു. അതോടെ രണ്ട് ഉയർന്ന പർവ്വതങ്ങൾ പോലെ ആ ചെങ്കടലിന്റെ ഇരുവശത്തേക്കും ആ വെള്ളം ഒരു ഭിത്തി പോലെ ഇങ്ങനെ ഉയർന്നു നിന്നു. മൂസാ നബിയും ബനു ഇസ്രായേലിനും അതുവരെ രക്ഷപ്പെട്ടു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അറിയിച്ചു കൊടുക്കുന്നത് വരെ അതൊരു തന്റെ കയ്യിലുള്ളത് ഒരു സാധാരണ വടിയാണ്. ആ വടിക്ക് അങ്ങനെ ഒരു ഉപകാരമുണ്ട് എന്നോ ആ വടി കൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്നോ ഒന്നും മൂസാ നബിക്ക് അറിയില്ല.
അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുക്കുന്നത് വരെ മൂസാ നബി അതിനെക്കുറിച്ച് അജ്ഞനാണ്. അങ്ങനെ ഒരു മുഅ്ജിസത്ത്, ഇങ്ങനെ ഒരു എല്ലാത്തിനും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വടിയാണ് എന്ന് അദ്ദേഹത്തിന് വിശ്വാസമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും ഉണ്ടായ മറ്റൊരുപാട് മുഅ്ജിസത്തുകളുണ്ടല്ലോ. ഒരു യോജ്യമെന്ന് തോന്നുന്ന ഒരു ഉദാഹരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈവിരലുകൾക്കിടയിലൂടെ വെള്ളം വന്ന സംഭവം. അത് 2-3 പ്രാവശ്യം പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. വെള്ളമില്ലാതെ വിഷമിക്കുന്ന യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പാത്രത്തിലേക്ക്, വെള്ളപ്പാത്രത്തിലേക്ക് കൈവയ്ക്കുകയും കൈവിരലുകൾക്കിടയിലൂടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈവിരലുകൾക്കിടയിലൂടെ വെള്ളം ഒലിച്ചു വരികയും അത് ആയിരക്കണക്കിന് വരുന്ന 1500ഓളം വരുന്ന ആളുകൾക്കൊക്കെ വുദു എടുക്കാനും അവർക്ക് ഉപയോഗിക്കാനും അത് പ്രയോജനപ്പെടുകയും ചെയ്തു എന്ന് പറയുന്ന മുഅ്ജിസത്ത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്താണ്. 2-3 പ്രാവശ്യം പ്രവാചക ജീവിതത്തിൽ ഇതേ മുഅ്ജിസത്ത് ഉണ്ടായിട്ടുണ്ട്. ഇതെപ്പോഴും പ്രവാചകനുള്ള ഒരു മുഅ്ജിസത്താണ് എന്ന് നമ്മുടെ നാട്ടിൽ ആളുകൾ പറയുന്ന പോലെ നമ്മളൊന്ന് കരുതുക. എപ്പോഴും റസൂലിന് ഈ മുഅ്ജിസത്ത് ഉണ്ട്. അങ്ങനെയെങ്കിൽ അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പിന്നീട് സ്വഹാബിമാർ വന്ന് പറയുന്നത്, പ്രവാചകരെ, മദീനയിൽ വെള്ളമില്ല, മഴ പെയ്തിട്ട് കുറെ കാലമായി, ഹലക്കത്തിൽ അംവാൽ, ഈ നമ്മുടെ സമ്പത്തും കൃഷിയും അതുപോലെ തന്നെ മൃഗങ്ങളും ഒക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രവാചകൻ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എപ്പോഴും ഈ മുഅ്ജിസത്തുള്ള, എപ്പോഴും എടുത്ത് പ്രയോഗിക്കാൻ കഴിയുന്ന ഒരാളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്കിൽ, എപ്പോഴും അങ്ങനെ യഥേഷ്ടം ഒരു പ്രവാചകൻ എങ്ങനെ മുഅ്ജിസത്ത് ഇങ്ങനെ പ്രയോഗിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ റസൂൽ പറഞ്ഞു, നിങ്ങൾ എന്തിനാ വെറുതെ പിന്നെ പടച്ചോനോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പടച്ചോൻ തന്നെ എനിക്ക് തന്ന കഴിവാണല്ലോ, നിങ്ങൾ പാത്രം കൊണ്ടുവരി, ഞാനതാ എൻ്റെ കൈവിരലിൽ നിന്ന് വെള്ളം വരുമല്ലോ, ഞാൻ നിങ്ങൾക്ക് വെള്ളം തരാം. വെള്ളമില്ലാതെ ബുദ്ധിമുട്ടി പോകുന്ന യാത്രകളിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് പിന്നെ സ്വഹാബിമാരോട് പറഞ്ഞത് എല്ലാ യാത്രാ സാമഗ്രികളൊക്കെ തയ്യാറാക്കാൻ പറഞ്ഞത്? പ്രവാചകന് പറഞ്ഞതില്ലേ, വെള്ളമൊന്നും ആരും വെറുതെ ഈ മരുഭൂമിയിലുള്ള ഈ ദീർഘയാത്രയിൽ തബൂക്കിലും അതുപോലെ തന്നെ 100 ആയിരക്കണക്കിന് കിലോമീറ്ററുള്ള യാത്രയിലൊക്കെ വെറുതെ വെള്ളത്തിന്റെ ഭാരം കൂടി ചുമക്കാൻ നിൽക്കണ്ട. വെള്ളം നമുക്കിതാ പടച്ചോൻ ഇങ്ങനെ എനിക്കൊരു കഴിവ് വന്നിട്ടുണ്ടല്ലോ, നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ വെള്ളം തരാം, നിങ്ങൾക്ക് വെറുതെ വെള്ള പാത്രങ്ങളൊക്കെ ചുമന്നു കൊണ്ടുപോയി ബുദ്ധിമുട്ടണ്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞാൽ മതിയാകുമായിരുന്നല്ലോ. പക്ഷെ അങ്ങനെയല്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതും ചെയ്തതും പ്രവാചകന്റെ ജീവിതത്തിലുണ്ടായി. പ്രവാചകന്റെ ജീവിതത്തിൽ വെള്ളമില്ലാതെ വിഷമിച്ച എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വെള്ളമില്ലാതെ പ്രവാചകൻ തയമ്മും ചെയ്തിട്ടുണ്ടല്ലോ. നിസ്കരിക്കുമ്പോൾ വലിയ സൽക്കർമ്മമായ നിസ്കാരത്തിൽ പോലും വെള്ളമില്ലാതെ പ്രവാചകൻ തയമ്മും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എപ്പോഴും യഥേഷ്ടം ഉപയോഗിക്കാവുന്ന ഒന്നല്ല ഈ മുഅ്ജിസത്താകട്ടെ കറാമത്താകട്ടെ എന്ന് ഇത്തരം സന്ദർഭങ്ങളിൽ നിന്ന് ഖുർആനിലൂടെ തന്നെ ഹദീസുകളിലൂടെ തന്നെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. സൂറത്തു ഇബ്രാഹിം, നമ്മൾ നേരത്തെ സൂറത്തു ഗാഫിറിൽ ഒരു ആയത്ത് പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആൻ സൂറത്തു ഇബ്രാഹിമിൽ പ്രവാചകന്മാരോട് അവരുടെ സമൂഹങ്ങളോട് പറഞ്ഞ വാചകമായി അള്ളാഹു ഉദ്ധരിക്കുന്നു നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു പാഠം ഇങ്ങനെ കുറെ ഒരു അത്ഭുത സിദ്ധികൾ, ഇങ്ങനെ കുറെ അമാനുഷികമായ കഴിവുകൾ ഇങ്ങനെ ജനങ്ങൾക്ക് കാണിക്കാനും ഇതിങ്ങനെ ഒരു കുറെ പ്രവർത്തനങ്ങൾ ചെയ്യാനുമല്ല അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചത്. പ്രവാചകന്മാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത് യഥാർത്ഥ ആദർശം തൗഹീദ് പഠിപ്പിക്കാനും ജനങ്ങൾ നേർവഴിക്ക് നയിക്കാനുമാണ്. അതിന് ഉപോത്ബലകമായി അതിനെ പിന്തുണയ്ക്കായി അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അവരിലൂടെ ഇത്തരം ചില അത്ഭുത സംഭവങ്ങൾ മുഅ്ജിസത്തുകൾ പ്രദർശിപ്പിച്ചു എന്ന് വരാം. അത് അവരുടെ ഉദ്ദേശത്തോടു കൂടിയല്ല, താല്പര്യത്തോടു കൂടിയുമല്ല. ഒരു പക്ഷേ ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു കൊടുത്തേക്കാം, പക്ഷെ എന്നാലും അവർ ഉദ്ദേശിക്കുമ്പോൾ വരണം എന്നില്ല. ഒരു പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു ആ സമയത്ത് കൊടുത്തേക്കാം, കൊടുക്കാതിരിക്കാം. രണ്ടിനും സാധ്യതയുണ്ട്. സൂറത്ത് ഇബ്രാഹിമിൽ അള്ളാഹു പറയുന്നത് കാണാൻ കഴിയും, ഖാലത് ലഹും റുസുലുഹും, ആ സമൂഹങ്ങളോട് അവരുടെ പ്രവാചകന്മാർ അള്ളാഹുവിന്റെ ദൂതന്മാർ പറഞ്ഞു, ഇന്നഹ്നു ഇല്ലാ ബശറും മിസ്ലുക്കും, നമ്മൾ നിങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാർ മാത്രമാണ്. വലാകിന്നല്ലാഹ യമുന്നു അലാ മൻ യശാഉ മിൻ ഇബാദിഹി, പക്ഷേ നിങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാരാണെങ്കിലും നമുക്ക് ചില പ്രത്യേകതകളുണ്ടല്ലോ. അത് പ്രവാചകന്മാരാണ്, വഹി ലഭിക്കുന്ന ആളുകളാണ്, മറ്റുള്ളവർക്ക് അറിയാൻ കഴിയാത്ത പദം ഇവർക്ക് അറിയാൻ കഴിയുന്ന ആളുകളാണ്, അള്ളാഹു വഹിയിലൂടെ അറിയിച്ചു കൊടുക്കുന്ന ആളുകളാണ്. അപ്പോൾ അള്ളാഹു ചിലർ തെരഞ്ഞെടുത്തു, ചിലർക്ക് കൂടുതൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ നൽകി. അതിന്റെ ഭാഗമായാണ് നമ്മൾ പ്രവാചകന്മാരത്. വലാകിന്നല്ലാഹ യമുന്നു അലാ മൻ യശാഉ മിൻ ഇബാദിഹി, അള്ളാഹുവിന്റെ അടിമകളിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നു. അങ്ങനെ ചിലർ പ്രവാചകന്മാരായി മാറുന്നു. വമാ കാന ലനാ അൻ നഅതിയകും ബിസുൽത്താനിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്, അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ ഒരു സുൽത്താനും കൊണ്ടുവരാൻ നമുക്ക് ഒരാൾക്കും കഴിയില്ല. ഇത് പ്രവാചകന്മാർ അവരുടെ സമൂഹത്തോട് പറഞ്ഞതായി സൂറത്ത് ഇബ്രാഹിമിൽ അള്ളാഹു ഉദ്ധരിക്കുക. വമാ കാന ലനാ അൻ നഅതിയകും ബിസുൽത്താനിൻ, നേരത്തെ പറഞ്ഞ സുൽത്താൻ എന്ന വാക്ക് ഇവിടെ ഈ അർത്ഥത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഇല്ലാ ബിഇദ്നില്ലാഹ്, അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമല്ലാതെ ഇതൊന്നും സ്വയം ചെയ്യാൻ നമുക്കൊന്നൊരു കഴിവുമില്ല. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, അപ്പൊ മുഅ്മിനീങ്ങളായ ആളുകൾ തവക്കുൽ ചെയ്യുന്നത് ഇത്തരം ഓരോ വസ്തുക്കളെ കണ്ടിട്ട്, ഈ പറഞ്ഞ അത്ഭുത സംഭവങ്ങളെ കണ്ടിട്ട് ഇനി പ്രവാചകന്മാരോട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞാൽ അതൊക്കെ പരിഹരിക്കാം എന്നല്ല അവർ വിചാരിക്കുന്നത്.
അവർ ഇതിനൊക്കെ സംവിധാനിക്കുകയും സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്ത റബ്ബിലാണ് വഅലല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ. മുഅ്മിനീങ്ങളായ ആളുകൾ അള്ളാഹുവിലാണ് ഭരമേൽപ്പിക്കുന്നത്. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ മുഫസ്സിറാണല്ലോ, ഇസ്ലാമിലെ ആധികാരികനായ പ്രാമാണികനായ മുഫസ്സിറാണ് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, വളരെ വ്യക്തമായി പറയുന്നത് കാണാൻ. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്കൊക്കെ നമുക്കറിയാമല്ലോ, അവരുടെ വാചകങ്ങൾക്കൊക്കെ സാമ്യതയുണ്ടാവും. കാരണം അഹ്ലുൽ ബിദഅത്തിന്റെ ആളുകളായ ആളുകൾ അവരുടെ ആളുകൾക്കും അവരുടെ പ്രധാനപ്പെട്ട ആളുകൾക്കും ഒക്കെ അവരുടെ വാചകങ്ങൾ തമ്മിൽ വൈരുദ്ധ്യമാണ് ഉണ്ടാവുക. അഹ്ലുസുന്നയുടെ ആളുകൾ അത് ഏത് നാട്ടിൽ ഏത് കാലത്ത് ജീവിച്ചാലും അവരുടെ വാചകങ്ങൾക്ക് സാമ്യതയായിരിക്കും ഉണ്ടാവും. കാരണം ഒരേ പ്രമാണങ്ങളാണ് അവർ തെളിവായി സ്വീകരിക്കുന്നത്, ഒരേ രൂപത്തിലാണ് അവർ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് കാണാൻ കഴിയും. ഒമാൻ കാനന അന്നഅതിയകും ബിസുൽത്താൻ. സുൽത്താൻ എന്ന് പറഞ്ഞാൽ അൽ ഹുജ്ജ അല്ലെങ്കിൽ ആയ, ഒരു ദൃഷ്ടാന്തം, ഒരു തെളിവ് കൊണ്ടുവരാൻ നമുക്ക് സ്വയം കഴിവൊന്നുമില്ല. ഇല്ലാ ബിഇദ്നില്ല, അള്ളാഹു ഉദ്ദേശിച്ചാലല്ല, അള്ളാഹു നമുക്ക് അനുവാദം തന്നതല്ലാതെ. വലൈസ ദാലിക ഫി ഖുദ്റതിനാ. ഇന്ന് നമ്മുടെ നാട്ടിലെ ആളുകൾ പറഞ്ഞു നടക്കുന്നത് അള്ളാഹു അവർക്ക് കൊടുത്ത കഴിവാണ്, അതെപ്പോഴും ആ കഴിവുണ്ട്, അതുകൊണ്ട് അവരോട് ചോദിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. ഇമാം ഖുർത്തുബി തഫ്സീർ രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും. വലൈസ ദാലിക ഫി ഖുദ്റതിനാ, നമ്മുടെ കുതിരത്തിൽ പെട്ടതല്ല ആ കഴിവ്, നമുക്കത് കഴിയില്ല, നമ്മുടെ കുതിരത്തല്ല അത്. ഐ ലാ നസ്തതിഉ അൻ നഅതിയ ബിഹുജ്ജത്തിൻ കമാ തത്ലുബൂന ഇല്ലാ ബിഅംരിഹി വഖുദ്റതിഹി. അല്ലാഹുവിന്റെ കൽപ്പനയും അല്ലാഹുവിന്റെ കുതിരത്തും ഒന്നും കൊണ്ടല്ല. നിങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ ഓരോ അത്ഭുത സിദ്ധികൾ, അത്ഭുതകരമായ കാര്യങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ആളുകളല്ല നമ്മൾ. അപ്പോൾ അമ്പിയാക്കന്മാരാകട്ടെ, ഇനി നമ്മൾ കറാമത്തിന് വിഷയം പറയുമ്പോൾ ഔലിയാക്കളാകട്ടെ, ഇതൊന്നും അവരുടെ കഴിവല്ല എന്ന് നമുക്ക് ഈ ആയത്തുകളിൽ നിന്ന്, ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബദ്റിന്റെ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പുറത്തുള്ള ശത്രുക്കളുടെ നേരെ ഒരു പിടി മണ്ണ് വാരി എറിയുകയും അത് എല്ലാവരുടെ കണ്ണിലും ചെന്ന് പതിക്കുകയും ചെയ്ത സന്ദർഭം ഖുർആനിൽ അള്ളാഹു ഉദ്ധരിച്ചിട്ടുണ്ട്. ആ സംഭവം ഉദ്ധരിക്കുമ്പോൾ അള്ളാഹു പ്രയോഗിച്ച പ്രയോഗങ്ങളൊക്കെ, ഈ പറഞ്ഞ മുഅ്ജിസത്തും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ, വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ ഉദാഹരണങ്ങൾ അതിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു ഖുർആനിൽ അത് പ്രയോഗിച്ചത് വമാ റമൈത ഇസ് റമൈത വലാകിന്ന അല്ലാഹ റമ. പ്രവാചകരെ, താങ്കൾ ആ മണ്ണ്, ഒരു പിടി മണ്ണ് എറിയുമ്പോൾ താങ്കളല്ല എറിഞ്ഞത്, താങ്കളത് എറിഞ്ഞു, പക്ഷെ താങ്കളത് എറിയുമ്പോൾ താങ്കളല്ല എറിഞ്ഞത്, വലാകിന്ന അല്ലാഹ റമ, അള്ളാഹുവാണത് എറിഞ്ഞത്. അപ്പൊ ഇതിനെ വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങളായ ആളുകൾ പറയുന്നത് കാണാൻ കഴിയും. എറിഞ്ഞത് പ്രവാചകൻ തന്നെയാണല്ലോ, പക്ഷെ എറിഞ്ഞത് പ്രവാചകനാണെങ്കിലും പ്രവാചകനല്ല എറിഞ്ഞത് എന്നാണ് അള്ളാഹു പറഞ്ഞത്. അള്ളാഹുവാണ് എറിഞ്ഞത്. അഥവാ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് പുറത്തു നിന്ന് നോക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രവൃത്തി ഉണ്ടായത് പ്രവാചകൻ തന്നെയാണ്. കാണുമ്പോൾ പ്രവാചകൻ തന്നെയാണ് അത് എറിഞ്ഞത്. പക്ഷേ ഒരു സാധാരണ മനുഷ്യന്റെ ഏറി എവിടെ എത്തൂല. ഈ പറഞ്ഞ ഒരു വലിയ വിഭാഗം ആളുകളുടെ എല്ലാവരുടെയും കണ്ണിലെത്താൻ ഒരു മനുഷ്യന് ഇവിടെ നിന്ന് ഒരു പിടി മണ്ണ് വാരി എറിഞ്ഞത് സാധിക്കില്ലല്ലോ. അപ്പോൾ ഒരു സാധാരണ മനുഷ്യന്റെ ഏർ അതുവഴി എത്തില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ എന്ന നിലക്ക് എറിഞ്ഞു. വലാകിന്ന അല്ലാഹ റമാഹ ഹൈസു നഫദ അജ്സാ ദാലിക തുറാബ്. അപ്പോൾ അള്ളാഹുവാണ് ആ തുറാബിന്റെ, ആ മണ്ണിന്റെ ഓരോ അംശങ്ങളെയും അതെല്ലാവരുടെയും കണ്ണിലേക്ക് എത്തിച്ചത് അള്ളാഹു സുബ്ഹാനഹു തആലയാണ്. അപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് ചെയ്യേണ്ട ഒരു രൂപം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നടപ്പാക്കി. അഥവാ എറിയുക എന്ന പ്രവർത്തനം മനുഷ്യർ കാണുമ്പോൾ, പക്ഷെ അത് എല്ലാവരുടെയും കണ്ണിലും എത്തിക്കുക എന്നത് പ്രവാചകനെ കൊണ്ട് കഴിയുന്ന ഒരു സംഗതിയല്ല, പ്രവാചകന്റെ കഴിവല്ല. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. ഫസൂറത്തുർ റംയതി സദറത് മിനർ റസൂലി അലൈഹി സ്വലാത്തു വസ്സലാം. എറിയുക എന്ന ആ പ്രവർത്തനം, ആ രൂപം അത് റസൂലിൽ നിന്നാണ് ഉണ്ടായത്. പക്ഷേ അതെല്ലാവരുടെ കണ്ണിലും എത്തിക്കുക എന്നത് പ്രവാചകന്റെ കഴിവല്ല, പ്രവാചകൻ കഴിയില്ല. വഅസറുഹ ഇന്നമാ സദറ മിനല്ലാഹ്. അതുണ്ടായത് അള്ളാഹുവിൽ നിന്നാണ്. അപ്പം അത് പ്രവാചകന്മാരുടെ കഴിവല്ല, അള്ളാഹുവിൻ്റെ കഴിവാണ് എന്ന് വളരെ വ്യക്തമായി ഈ ആയത്തിലൂടെ അതിൻ്റെ വിശദീകരണത്തിലൂടെയൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അപ്പം ഇങ്ങനെ ആളുകൾ തെറ്റിദ്ധരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കഴിവാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നമുക്ക് ചോദിക്കാം, അത് അവരോട് സഹായം നമുക്ക് ചോദിക്കാം, അവരുടെ അള്ളാഹു കൊടുത്ത കഴിവ് തന്നെയാണല്ലോ എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ്. ഇതുപോലെ തന്നെയാണ് കറാമത്തിൻ്റെ വിഷയം. നമ്മൾ മുഅ്ജിസത്ത് പറഞ്ഞതുപോലെ കറാമത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരു ആദരവ്, ബഹുമാനം എന്നൊക്കെ അർത്ഥം വരുന്നൊരു വാക്കാണ് കറാമത്ത്. കറം എന്ന് പറഞ്ഞാൽ ഒരാളുടെ വളരെയധികമുള്ള ദാനശീലത്തിനും കറം എന്ന് പ്രയോഗിക്കാറുണ്ട്, വളരെ ഉദാരനാണ്. അതുപോലെ തന്നെ കറാമത്ത് എന്നുള്ള ശ്രേഷ്ഠത, ആദരവ്. അഥവാ പ്രവാചകന്മാരല്ലാത്ത അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഔലിയാക്കൾക്ക് അള്ളാഹു നൽകുന്ന ചില സന്ദർഭങ്ങൾ, അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അവരിലൂടെ അള്ളാഹു നടപ്പാക്കുന്ന ചില അമാനുഷികമായ ചില സംഭവങ്ങൾ, അതിനാണ് കറാമത്ത് എന്ന് നമ്മൾ ഈ പറയുന്ന ഈ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ഭാഷയിൽ പ്രയോഗിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിനെ ഒരു നിർവചനം പറയുകയാണെങ്കിൽ അംറുൻ ഖാരിഖുൻ ലിൽ ആദ, ഒരു ആദത്ത്, സാധാരണഗതിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അപ്പുറത്ത് നടക്കുന്ന ഒരു പ്രവർത്തനം. ഗൈറു മഖ്റൂനിൻ ബിദഅവൻ നുബുവ,
പ്രവാചകത്വവാദം അതിലുണ്ടാവുകയില്ല. മുഅ്ജിസത്താണെങ്കിൽ അതൊരു പ്രവാചകനാണ് എന്നുള്ള തെളിവായിരിക്കും. പക്ഷെ കറാമത്താണെങ്കിൽ അത് ഒന്നിനുള്ളൊരു തെളിവല്ല. ഒരാൾ വലിയാണ് എന്നൊരു ഒരു അത്ഭുത സംഭവം ഉണ്ടായി, അതിനുള്ള ഒരു വെല്ലുവിളി ഉണ്ടാവുന്നില്ല, ഒരു തെളിവ് അതുകൊണ്ട് സ്ഥാപിതമാകുന്നില്ല. ഇന്നൊരാൾ വലിയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയല്ല അള്ളാഹു കറാമത്തുകളെ അവരിലൂടെ നടപ്പാക്കുന്നത്. അത് ചില ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയാണ്. ചില അത്ഭുത സംഭവങ്ങൾ ഒരാൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയാണ് എന്ന് അപ്പം തന്നെ തീർച്ചപ്പെടുത്തി. അത് നമുക്ക് അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കാം. വളരെ രസകരമായ വിശദീകരണങ്ങളൊക്കെ കറാമത്തിൻ്റെ വിഷയത്തിൽ മുൻഗാമികളായ പണ്ഡിതന്മാർ നടത്തിയത് നമുക്ക് കാണാൻ കഴിയും. യുജ്രിഹില്ലാഹു തആല അലാ യദി അബ്ദിൻ മിൻ ഇബാദിഹി സ്വാലിഹീൻ. അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളായ സൽവൃത്തരായ അടിമകളിൽ ഏതെങ്കിലും ഒരാളുടെ കയ്യിലൂടെ അവരിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നടപ്പാക്കുന്ന ഒന്നാണ്. ഇക്റാമൻ ലഹു, ഒന്നുകിൽ അയാൾക്കൊരു ആദരവ് എന്ന നിലക്കായിരിക്കാം. ഫയദ്ഫഉ ബിഹി അൻഹു ദുർറൻ, അതുകൊണ്ട് തന്നെ അയാളിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് നീക്കി എടുക്കാൻ കഴിയും. എന്തെങ്കിലും വിപത്തുകൾ അള്ളാഹു ഒരു കറാമത്ത് എന്നോണം അയാളിൽ നിന്ന് മാറ്റും. ഔ യുഹഖിഖു ലഹു നഫ്അൻ, അല്ലെങ്കിൽ മറ്റാർക്കും കൊടുക്കാത്തൊരു ഉപകാരം അള്ളാഹു സുബ്ഹാനഹു വ തആല അതുവഴി ആ മനുഷ്യന് കൊടുക്കും. ഔ യൻസുറു ബിഹി ഹഖൻ, അല്ലെങ്കിൽ ദീനിനെ, യഥാർത്ഥ ആദർശത്തിനെ, ഹക്കിനെ സഹായിക്കാൻ വേണ്ടി ചില സമയങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് അവരിലൂടെ ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ നടപ്പാക്കും. ഔലിയാ ആരാണ്, വലിയ ആരാണ് എന്നതിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. വിശുദ്ധ ഖുർആനിൽ തുടങ്ങി അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചതുപോലെ അള്ളാഹുവിനെ സൂക്ഷിച്ച് പേടിച്ച് ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും വലിയ എന്ന് പറയാൻ കഴിയും. വലിയ എന്നൊരു സ്ഥാനത്തെത്താൻ എന്തെങ്കിലും പ്രത്യേകമായ കുറേ ഇബാദത്തുകളോ പ്രത്യേകമായ കുറേ ദിക്റുകളോ പ്രത്യേകമായ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആരാധനാ കർമ്മങ്ങളോ ഇസ്ലാമിൽ ഒരിടത്തും പഠിപ്പിക്കപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയില്ല. വിശുദ്ധ ഖുർആനിലൂടെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അലാ ഇന്ന ഔലിയ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹു, നിങ്ങൾ അറിയണം, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അവർക്കൊരു പേടിയില്ല, അവർക്ക് സങ്കടപ്പെടേണ്ട അവസ്ഥ വരികയുമില്ല. അവരെങ്ങനെയുള്ള ആളുകളാണ്? അല്ലദീന ആമനു വകാനു യത്തഖൂൻ, ഈമാനുള്ള, നല്ല ശരിയായ വിശ്വാസമുള്ള ഈമാനുള്ള ആളുകൾ. വകാനു യത്തഖൂൻ, അത് മാത്രമല്ല ജീവിതത്തിൽ തഖ്വ പാലിക്കുന്ന ആളുകൾ. അപ്പോൾ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് അവരുടെ ഒരു സവിശേഷതകളായി ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയും. തഖ്വ പാലിക്കുന്ന, കൂടുതൽ സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുന്ന, ജീവിതത്തിൽ സൂക്ഷ്മതയുള്ള, അള്ളാഹുവിനോട് അടുപ്പമുള്ള ആളുകൾ, അവരൊക്കെയും ഔലിയാക്കൾ തന്നെയാണ്. അതേതെങ്കിലും ഇസ്ലാമിലൊരു പദവിയോ മറ്റു സംഗതികളോ അല്ല നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇടയ്ക്കിടെ എന്ത് ചെയ്യും? അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ ഉദ്ദേശമനുസരിച്ച് അവരുടെ, നമ്മൾ നേരത്തെ വിശദീകരിച്ചതുപോലെ, എന്തെങ്കിലും ഒരു കാര്യം നടപ്പാക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രയാസം നീക്കാനോ അത് അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കാനോ വേണ്ടി അള്ളാഹു അവരിലൂടെ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തും. അത് ഖിയാമത്ത് നാൾ വരെയുണ്ട് കറാമത്ത് എന്നുള്ളത്. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരൊക്കെയും അത് കൃത്യമായി വിശദീകരിച്ചിട്ടുമുണ്ട്. ഖിയാമത്ത് വരെയുമുണ്ട്. അതൊരു പക്ഷേ ഒരു മനുഷ്യൻ്റെ മരണശേഷവും ഉണ്ടായേക്കാൻ ചെയ്യാം. കാരണം അള്ളാഹു അയാളിലൂടെ വെളിപ്പെടുത്തുന്നതാണല്ലോ. അയാളുടെ കഴിവാണെങ്കിൽ, ഒരു മനുഷ്യൻ്റെ ഒരു വലിയൻ്റെ കഴിവാണെങ്കിൽ ആ മനുഷ്യൻ മരിച്ചതോടുകൂടി ആ കഴിവ് അവസാനിക്കുന്നു എന്ന് നമുക്ക് പറയാം. പക്ഷേ അത് ആ മനുഷ്യൻ്റെ കഴിവല്ലല്ലോ. ആ മനുഷ്യൻ്റെ എന്തെങ്കിലും പ്രത്യേകത കൊണ്ടോ അയാളുടെ ഒരു കഴിവായിട്ടോ അല്ലല്ലോ അത് ഉണ്ടാകുന്നത്. അത് അള്ളാഹു നടപ്പാക്കുന്നതാണ്. അയാൾ മരിച്ചാലും ജീവനോടെ ഇരുന്നാലും ഒക്കെ സമമാണ്. അള്ളാഹു ആണല്ലോ അത് നടപ്പാക്കുന്നയാൾ. അപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള ആളുകളും ഇത്തരം വിഷയങ്ങളിലൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് ഉദ്ധരണികൾ നമുക്ക് കാണാൻ കഴിയും. കറാമത്തുകൾ, അതുപോലെ തന്നെ ഔലിയാക്കളുടെ വിഷയത്തിലൊക്കെ. അപ്പോൾ അഹ്ലുസുന്നയുടെ ഈ വിഷയത്തിലുള്ള യഥാർത്ഥ നിലപാട് എന്ന് പറയുന്നത് ഈ കറാമത്തുകൾ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. ഖുർആനിൽ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പല കറാമത്തുകളെയും പരാമർശിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ കറാമത്തുകളെ നിഷേധിക്കുക എന്നത് ഇസ്ലാമിക നിലപാടല്ല, യഥാർത്ഥ നിലപാടല്ല. അദ്ദേഹം വിശദീകരിക്കുന്ന കാണാൻ കഴിയും. മിൻ ഉസൂലി അഹ്ലിസുന്നത്തി വൽ ജമാഅ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാന ആശയങ്ങളിൽപ്പെട്ടതാണ്, ഉസൂലുകളിൽപ്പെട്ടതാണ് അത്തസ്ദീഖു ബി കറാമത്തിൽ ഔലിയാ. ഔലിയാക്കൾ കറാമത്തുണ്ട്, അത് സത്യമാണ്, അത് നടക്കും. അത് ആരാണ് വലിയ, അത് ഇന്ന ആളിലൂടെ നടന്നത് തന്നെ കറാമത്താണോ അതോ വേറെന്തെങ്കിലും ആണോ എന്നത് വേറെ വിഷയം. കറാമത്തുണ്ടോ? ഉണ്ട്, അത് സത്യമാണോ? അത് സത്യമാണ്. ഔലിയാക്കളുണ്ടോ? ഉണ്ട്, അത് സത്യമാണോ? സത്യമാണ്. ഇതൊക്കെയും അഹ്ലുസുന്നയുടെ വിശ്വാസങ്ങളിൽപ്പെട്ടതാണ്. വമാ യുജ്രില്ലാഹു അലാ ഐദീഹിം മിൻ ഖവാരിഖിൽ ആദാത്ത്, അവരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലൂടെ നടപ്പാക്കുന്ന അസാധാരണമായ ചില കാര്യങ്ങൾ അതുണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കൽ മഅ്സൂരി അൻ സാലിഫിൽ ഉമം ഫി സൂറത്തിൽ കഹ്ഫ്, സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു മുൻഗാമികളുടെ കറാമത്ത്, അവരിലൂടെ അള്ളാഹു നടപ്പാക്കിയ കറാമത്ത് വിശദീകരിച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹം തെളിവായി പറയാം വഗൈരിഹ, അതുപോലെ വേറെയും ഖുർആനിലുണ്ടല്ലോ. കഹ്ഫിലെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്ന, വെള്ളിയാഴ്ചകളിൽ പാരായണം ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. ഇല്ലെങ്കിൽ നമ്മൾ പാരായണം ചെയ്യണം. ആ സൂറത്തുൽ കഹ്ഫിലൂടെ അള്ളാഹു, സൂറത്തിന് തന്നെ പേര് വരാനുള്ള കാരണം ഒരു സത്യവിശ്വാസികളായ ഒരു കൂട്ടം ചെറുപ്പക്കാരിലൂടെ അള്ളാഹു അവർക്ക് നൽകിയ കറാമത്താണല്ലോ. സാധാരണഗതിയിൽ സംഭവിക്കാത്ത, അള്ളാഹു അവരിലൂടെ നടപ്പാക്കിയ ഒന്നാണല്ലോ. 300-ലധികം കൊല്ലം അവർ ഉറങ്ങിക്കിടന്നു. ഒരു സാധാരണ ഒരു മനുഷ്യൻ അങ്ങനെ കുറച്ച് മാസങ്ങൾ കിടന്നാൽ മതി, മനുഷ്യൻ
അങ്ങനെ ഉറങ്ങിക്കിടക്കാൻ കഴിയില്ലല്ലോ. ഇന്ന് പോലും കുറച്ച് നാളുകൾ രോഗിയാവുന്ന ആളുകൾക്ക് പോലും അങ്ങനെ കിടക്കണമെങ്കിൽ പ്രത്യേക സൗകര്യങ്ങൾ വേണം, വാട്ടർ ബെഡ് പോലുള്ള സംവിധാനങ്ങൾ വേണം. എങ്കിലും ഒരു സാധാരണ മനുഷ്യൻ്റെ രോഗിയായി കുറച്ച് സമയത്തെങ്കിലും ഇത്ര ആധുനിക സംവിധാനങ്ങളുള്ള ഈ ലോകത്ത് തന്നെ കിടക്കാൻ കഴിയും. ഇതൊരു സംവിധാനവും ഇല്ലാതെ ഭക്ഷണമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സംവിധാനങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൂറ്റാണ്ടുകളോളം അവരെ ഉറക്കിക്കിടത്തി. ഖുർആനിൽ അള്ളാഹു പ്രയോഗിച്ചതുപോലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഉറക്കി എന്നാണ്, അവരല്ലാതെ അവർ ഉറങ്ങിയെന്നല്ല. അവരുറങ്ങിയതല്ല, കാരണം അവർക്കല്ല കഴിവുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിലൂടെ നടപ്പാക്കിയതാണ് ആ ഒരു കറാമത്ത് എന്നുള്ളത്. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം വിവരിക്കുന്നത് കാണാൻ കഴിയും. വഹിയ മൗജൂദത്തുൻ ഫിഹാ ഇലാ യൗമിൽ ഖിയാമ. ഇത് ഖിയാമത്ത് നാളെ വരെ ഉണ്ടാവും, കറാമത്തുകൾ ഉണ്ടാവും. അത് ഇന്നൊരു സംഭവം ചൂണ്ടിക്കാട്ടി ഇത് കറാമത്താണോ എന്നൊന്നും വിധി കൽപ്പിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ അത് അദ്ദേഹം വിശദീകരിച്ചു കാണും. അദ്ദേഹത്തിന് മജ്മൂഉൽ ഫതാവയിൽ അദ്ദേഹം അത് വിശദമായി വിവരിക്കുന്നുണ്ട്. പല കറാമത്തുകളെ അദ്ദേഹം എണ്ണി പറയുന്നതും കാണാൻ കഴിയും. അതുപോലെ തന്നെ ഖുർആനിൽ വന്ന നമ്മൾ ഈ പറഞ്ഞതുപോലെ അസ്ഹാബുൽ കഹ്ഫിന്റെ ഈ ഗുഹാവാസികളായ ആളുകളുടെ സംഭവം കറാമത്തിന് ഒരു വലിയൊരു ഉദാഹരണമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ വിശദീകരിച്ച ഒരു ഗുഹയിൽ അകപ്പെട്ടു പോയ 3 ആളുകളുടെ സംഭവം ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച ഹദീസ് നമുക്ക് കാണാൻ കഴിയും. 3 ആളുകൾ ഗുഹയിൽ അകപ്പെടുന്നു. അവർ അകപ്പെട്ടപ്പോൾ ആ വലിയൊരു പാറക്കല്ല് വീണ ഗുഹാമുഖം അടയുന്നു. അവർ 3 പേരും അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവർ വിലപ്പെട്ടതായി കാണുന്ന ജീവിതത്തിൽ അവർ ചെയ്ത സൽക്കർമ്മങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനോട് തവസ്സുൽ ചെയ്യുന്നു. ശരിയായൊരു തവസ്സുൽ ഇസ്ലാമിൽ അനുവദനീയമായ തവസ്സുലാണല്ലോ, സൽക്കർമ്മങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തവസ്സുൽ ചെയ്യുക. അത് ഉപയോഗിച്ച് അവർ തവസ്സുൽ ചെയ്തു. ഒരാൾ മാതാപിതാക്കളോടുള്ള അയാളുടെ കടമയെക്കുറിച്ച് വിശദമായൊരു സംഭവമാണ്. അതുപോലെ തന്നെ മറ്റൊരാൾ താൻ വ്യഭിചാരത്തിൽ നിന്ന് പിന്തിരിഞ്ഞതിനെക്കുറിച്ച്, തൻ്റെ ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരു പെൺകുട്ടിയിൽ നിന്ന് വ്യഭിചാരത്തിന് പിന്തിരിഞ്ഞത് അവരൊക്കെ പ്രാർത്ഥിക്കുന്നത് കാണാൻ കഴിയും. അല്ലാഹുവേ, ഞാൻ ഈ സൽപ്രവർത്തനം നിനക്ക് വേണ്ടി മാത്രം, നിന്റെ തൃപ്തി, നിന്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്തതെങ്കിൽ പടച്ചവനെ ഈ പാറക്കല്ല് നീ നീക്കിത്തരണമേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലൂടെ നടപ്പാക്കിയ കറാമത്താണ്. ഒന്നാമത്തെ ആൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പാറക്കല്ല് അല്പം നീങ്ങി, പക്ഷെ പുറത്തു കിടക്കാൻ കഴിയില്ല. രണ്ടാമത്തെ ആൾ പ്രാർത്ഥിച്ചപ്പോഴും ആ പാറക്കല്ല് ഒരു അല്പം കൂടി നീങ്ങി, പക്ഷേ ഈ 3ആൾക്കും പുറത്തു കിടക്കാൻ കഴിയില്ല. 3ആമത്തെ ആൾ പ്രാർത്ഥിച്ചു. അയാൾ ജോലിക്കെടുത്ത ഒരു കൂട്ടം ആളുകൾ, അതിലൊരാൾ മാത്രം അയാളുടെ കൂലി വാങ്ങാതെ പോയി. അയാളുടെ കൂലി ഇയാളുടെ സമ്പത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത അവസാനം വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അയാളുടെ ആ ശമ്പളത്തിൽ നിന്ന് ആ ശമ്പളം ഇൻവെസ്റ്റ് ചെയ്ത ഈ കച്ചവടം ഭയങ്കര വളർന്ന് വികസിച്ച് ഒരുപാട് മൃഗങ്ങളും സമ്പത്തും ഒക്കെ ഈ പൈസ കൊണ്ടുണ്ടായി. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഈ മനുഷ്യൻ എന്ന് പറഞ്ഞു, അന്ന് എനിക്ക് നിങ്ങൾ കൂലി തന്നിട്ടില്ല, ആ കൂലി നിങ്ങൾ തരണം. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഈ കാണുന്നൊക്കെ നിന്റെ ശമ്പളത്തിൽ നിന്നുണ്ടായതാണ്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്നത് വളർന്നുണ്ടായതാണ്. ഈ കാണുന്ന കന്നുകാലികളും ഈ കൃഷികളും ഒക്കെ ഇതൊക്കെ നിന്റെ സമ്പത്താണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ലാ തസ്തഹസി ഉബി, നിങ്ങൾ എന്നെ കളിയാക്കരുത്, പരിഹസിക്കരുത്, ഞാൻ ശമ്പളം ചോദിച്ചു വന്നതാണ്, അന്നത്തെ ശമ്പളം. അപ്പോൾ അതേ പറയും, ഇനി ലാ തസ്തഹസി ഉബി, ഞാൻ കളിയാക്കല്ല, പരിഹസിക്കല്ല, ഇത് മൊത്തം നിനക്ക് എടുക്കാം. അങ്ങനെ അയാളത് മൊത്തം എടുത്തുകൊണ്ട് പോയി. നമുക്ക് ചിരി വരുമെങ്കിലും അയാളത് മൊത്തം എടുത്തുകൊണ്ട് പോയി. ഇദ്ദേഹത്തിന് ഒന്നും തോന്നിയില്ല, കാരണം അദ്ദേഹത്തിന് അർഹതപ്പെട്ടതല്ല എന്ന് അദ്ദേഹം ബോധ്യമുണ്ട്. ഇതാണ് 3ആമത്തെ ആൾ പ്രാർത്ഥിച്ചത്. എന്നിട്ട് അത് അവസാനം മറ്റുള്ളവരെ പോലെ തന്നെ അദ്ദേഹം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഫഇൻ കുൻതു ഫഅൽതു ദാലിക ഇബ്തിഗാഅ വജ്ഹിക്, പടച്ചവനെ നിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാനിത് ചെയ്തതെങ്കിൽ, മുൻപത്തെ 2 ആളുകൾ ചെയ്തതുപോലെ, ഫഫർരിജ് അന്നാ മാ നഹ്നു ഫീ, നമ്മൾ ഇതിൽ നിന്ന് നീ രക്ഷപ്പെടുത്തി തരണമേ. അങ്ങനെ ആ പാറക്കല്ല് പൂർണ്ണം, ഇതൊരു കറാമത്താണ്. അവരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നടപ്പാക്കിയ ഒരു കറാമത്ത്. ഇമാം ബുഖാരി ഇമാം മുസ്ലിമും ഉദ്ധരിച്ച സഹീഹായ ഹദീസിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ വളരെ ആബിദായിരുന്ന, വളരെ സാഹിദായിരുന്ന, ജീവിതത്തോട് വിരക്തി പുലർത്തി ഇബാദത്തിൽ മാത്രം മുറുകി ജീവിച്ചിരുന്ന മുൻകാലക്കാരിൽപ്പെട്ട ജുറൈജ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, പുരോഹിതനായ മനുഷ്യനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. നിസ്കരിക്കുമ്പോൾ ഉമ്മ ഒന്ന് വിളിച്ചു. അപ്പോൾ നിസ്കാരം മുറിച്ച് ഉമ്മയുടെ വിളി കേൾക്കണോ വേണ്ടയോ എന്നൊരു ആശങ്ക. വിളി കേട്ടില്ല. ഉമ്മ പറഞ്ഞു, ഒരു വേശ്യയുടെ മുഖം കണ്ടിട്ടല്ലാതെ നീ മരിക്കില്ല, അല്ലാഹുവേ മരിപ്പിക്കരുത് ഇവനെ. അവസാനം ഒരു 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 വേശ്യപ്പെണ്ണ് ഇയാളിൽ ആകൃഷ്ടനായി, ഇദ്ദേഹം വിസമ്മതിച്ചു. അവസാനം ഇദ്ദേഹത്തെ കുരുക്കാൻ വേണ്ടി, ഇദ്ദേഹത്തെ അപമാനിക്കാൻ വേണ്ടി അവരൊരു ആട്ടിടയനുമായി ലൈംഗിക ബന്ധത്തും പുലർത്തുകയും അതിലൊരു കുഞ്ഞുണ്ടാവുകയും ആളുകൾ ചോദിച്ചു ഈ കുഞ്ഞ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് പറയുകയും ചെയ്തു, ജുറൈജ് എന്ന മനുഷ്യൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹായി പ്രവാചകൻ ഉദ്ധരിക്കപ്പെട്ട ഹദീസുകളാണ്. ആ നാട്ടുകാരെല്ലാവരും കൂടി ഇദ്ദേഹം ഇബാദത്ത് നടത്തിയിരുന്ന ആ ആശ്രമം മൊത്തം പൊളിച്ചു കളഞ്ഞു. അവസാനം ആളുകൾ മൊത്തം അദ്ദേഹത്തെ കയറി മേഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം, ഉപദ്രവിച്ചു. അദ്ദേഹം വധു എടുത്ത് 2 റക്അത്ത് നിസ്കരിച്ചു. പിന്നെ ആ ചെറിയ കുട്ടിയുടെ അടുത്തേക്ക് അദ്ദേഹം ചെന്നു. എന്നിട്ട് പറഞ്ഞു, മൻ അബൂക യാ ഗുലാം, കുട്ടി നിന്റെ യഥാർത്ഥ ഉപ്പാരാ, നീ പറയും. അപ്പോൾ ആ കുട്ടി സംസാരിച്ചു, അറായി, അത് ആട്ടിടയനാണ്. അത് അദ്ദേഹത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നടപ്പാക്കിയ ഒരു കറാമത്താണ്. പിന്നെ ആളുകൾ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വർണം കൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ ആശ്രമം വീണ്ടും പുനർനിർമ്മിച്ചു തരാം.
എന്ന് പറഞ്ഞു, വേണ്ട, നിങ്ങൾ മണ്ണുകൊണ്ട് തന്നെ പഴയതുപോലെ തന്നെ പുനർനിർമ്മിച്ച് തന്നാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ഉദ്ധരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന അനവധി മുൻഗാമികളിൽ നിന്നുള്ള കറാമത്തുകളിൽപ്പെട്ട ഒന്നാണിത്. സ്വഹാബിമാരിലുണ്ടായ കറാമത്തുകൾ ഇതുപോലെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് നടന്ന് കാണാൻ കഴിയും. അള്ളാഹു റസൂലിൻ്റെ സദസ്സിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയ ഉസൈദ് റളിയല്ലാഹു അൻഹുവും അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹുവും, വിളക്കില്ല, അല്ലെങ്കിൽ ഇതില്ല, തീയില്ല, ഒരു കത്തിക്കാൻ ഒരു വെളിച്ചത്തിന് വേണ്ടി ഒന്നുമില്ല, രാത്രിയാണ്, കൂരാക്കുരുട്ടിൽ നടന്നു പോകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ നിന്ന് പിന്തിരിയുമ്പോൾ അവരിലൊരാളുടെ വടിയുടെ അറ്റത്തൊരു പ്രകാശം ഉണ്ടാകുന്നു. അവർ അവസാനം ഒരു പോയിന്റിലെത്തി. അവിടെ നിന്ന് രണ്ടാൾക്കും ഒരു വഴിയല്ല, രണ്ട് വഴിയാണ്. ഉസൈദ് റളിയല്ലാഹുവിൻ്റെ വീട് വേറൊരു വഴിക്കും അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹുവിൻ്റെ വീട് വേറൊരു വഴിക്കുമാണ്. ആ രണ്ടുപേരും ഒരൊറ്റ വെളിച്ചം, ഒരാളുടെ വടിയുടെ അറ്റത്ത് വെളിച്ചമുള്ളൂ. രണ്ടുപേരും രണ്ടു വഴിക്കായി പിരിഞ്ഞു. അവർ പിരിഞ്ഞതോടുകൂടി ആ ഒരൊറ്റ വെളിച്ചം അവരുടെ രണ്ടുപേരുടെയും വെളിച്ചമായി മാറി. രണ്ടുപേരുടെയും വടിയുടെ അറ്റത്ത് വെളിച്ചം വന്നു. ഇത് സ്വഹീഹായ ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ ഇമാം ബുഖാരി 465 നമ്പറായി ഉദ്ധരിച്ച ഹദീസാണ്. അപ്പോൾ നമ്മൾ ഈ ഉദ്ധരിച്ച ഹദീസുകളൊക്കെ ഈ സ്വഹീഹ് ബുഖാരിലെ ഹദീസുകളാണ്, സ്വഹീഹ് മുസ്ലിമിലെ ഹദീസുകളാണ്. ആ തർക്കത്തിന് ഒരവകാശവും ഇല്ലാത്ത വിധം ഇസ്ലാമിക ലോകത്ത് അംഗീകരിക്കപ്പെട്ട സ്വഹീഹായ കുറ്റമറ്റ ഹദീസുകളെ കുറിച്ച് മാത്രമാണ് ഉദാഹരണങ്ങൾ എന്ന നിലക്ക് കറാമത്ത് എന്നോട് നമ്മൾ സൂചിപ്പിച്ചത്. അപ്പോൾ കറാമത്തുണ്ട്. അത് സ്വഹാബിമാർ, മുൻഗാമികൾ, മുൻകാല സമൂഹങ്ങൾക്കൊക്കെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നത് ഉറപ്പാണ്. പക്ഷേ ഈ കറാമത്ത് ഒരാൾക്കുണ്ട് എന്നതുകൊണ്ട് ഇനി അയാൾക്ക് എന്തെങ്കിലും മേന്മ ഉണ്ട്, അതുകൊണ്ട് അയാളോട് എന്തെങ്കിലും നമ്മുടെ പ്രശ്നങ്ങൾ പറയാൻ ചോദിക്കാം എന്നത് അത് ഇസ്ലാമിലില്ല. അതാണ് ഇന്നത്തെ പിൽക്കാലക്കാരായ ആളുകൾ പിന്നീട് അവരുടെ വകയായി ഉണ്ടാക്കിയത്. ഖുർആനിൽ തന്നെ നമുക്കതിന് നല്ല ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയം അലിഹസ്സലാം അവരുടെ ജീവചരിത്രത്തിൽ പറയുന്നത് കാണാൻ കഴിയും. സക്കരിയ നബി അലൈഹി സ്വലാം അവരെ എടുത്തു വളർത്തുന്നു. ബൈത്തുൽ മഖ്ദസിൽ അവർ മിഹ്റാബ് നിർമ്മിച്ച് അവർ ഇരിക്കുന്നു. സക്കരിയ നബി അവരുടെ അടുത്ത് കയറുമ്പോഴൊക്കെ ആ കാലത്തില്ലാത്ത, ആ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ലാത്ത മറ്റു കാലാവസ്ഥയിലുണ്ടാകുന്ന പഴവർഗ്ഗങ്ങൾ അവരുടെ അടുത്തുണ്ടാകുന്നതായി കാണുന്നു. വജദ ഇൻദഹാ റിസ്ഖൻ, അവരുടെ അടുക്കൽ ഇങ്ങനെ ഈ വേനൽക്കാലത്തുണ്ടാകുന്ന പഴവർഗ്ഗങ്ങളൊക്കെ തണുപ്പ് കാലത്ത് ഇങ്ങനെ കാണുന്നു. അപ്പോൾ സക്കരിയ നബി ചോദിച്ചു, ഖാലയാ മറിയമു അന്നാ ലക്കി ഹാദാ, മറിയം നിനക്കിത് ഇവിടെ നിന്ന് കിട്ടി, ഈ സമയത്ത് ഇത് കിട്ടൂലല്ലോ. മറിയം അലൈഹിസ്സലാം പറഞ്ഞു, ഇതെൻ്റെ കറാമത്താണ്, ഇതെൻ്റെ കഴിവാണ്, ഇതൊക്കെ ഞാനിങ്ങനെ എൻ്റെ കഴിവാണല്ലേ, അള്ളാഹു എനിക്ക് തന്ന കഴിവാണ് എന്നാണോ പറഞ്ഞത്? അല്ല, ഖാലത് ഹുവ മിൻ ഇൻദില്ലാ, ഇത് അള്ളാഹു നിന്നുള്ളതാണ്, അള്ളാഹു എനിക്ക് തന്നതാണ്. അപ്പോൾ ഉടനെ സക്കരിയ നബി, അദ്ദേഹത്തിന് മക്കളില്ലല്ലോ, വളരെ പ്രായാധിക്യം കഴിഞ്ഞ് ഏറ്റവും ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന് യഹ്യാ നബി ഉണ്ടാകുന്നത്, യഹ്യാ എന്ന മകനുണ്ടാകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് മക്കളില്ല. അപ്പോൾ ഉടനെ അദ്ദേഹം ഈ ഇത്ര അത്ഭുത പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ കഴിയുന്ന മറിയം അലിഹിസ്സലാമിനോട് ചോദിച്ചു, എന്നാൽ പിന്നെ എനിക്കും കൂടി ഇങ്ങനെ സംഗതികൾ ചെയ്തു തരുമോ എന്ന് ചോദിച്ചില്ല. മറിയം അലിഹിസ്സലാം അങ്ങനെ ഒരു മറുപടിയും അല്ല കൊടുത്തത്. ഉടനെ ഈ കറാമത്ത് നേരിൽ കാണാൻ, ഖുർആനിൽ ഉദ്ധരിച്ച കറാമത്താണല്ലോ. സക്കരിയ നബി അലൈഹി സ്വലാം അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു, റബ്ബിനോട് പ്രാർത്ഥിച്ചു തനിക്കുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബ, പടച്ചോനെ എനിക്ക് നല്ല മക്കളെ തരണേ എന്ന് സക്കരിയ നബി അവിടെ കൊണ്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ കറാമത്ത് ഒരാൾക്കുണ്ട് എന്നതുകൊണ്ട് നമ്മളത് കണ്ടു ബോധ്യപ്പെട്ടു എന്നാലും അത് അയാളോട് എന്തെങ്കിലും ചോദിക്കാനോ അയാളിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കാനോ എന്നുള്ളൊരു വഴിയായി ഉപയോഗിക്കപ്പെടുത്താനേ കഴിയും. അത് കൊടുത്ത പടച്ചോനോട് അള്ളാഹു അയാളിലൂടെ നടപ്പാക്കിയ കറാമത്ത്, അത് നടപ്പാക്കി അള്ളാഹുവിനോട് നമ്മുടെ കാര്യങ്ങൾ ചോദിക്കുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഒരാൾക്ക് ഒരു വലിയായി നമ്മൾ മനസ്സിലാക്കുന്ന ഒരാളുണ്ടെന്ന് കരുതുക, ഇനി ഒരു നല്ലൊരു മനുഷ്യൻ, നല്ല ദീനിലും തഖ്വയിലൊക്കെ ഉള്ള നല്ലൊരു മനുഷ്യൻ, പക്ഷെ അയാൾക്ക് കറാമത്തില്ല, ഒന്നും കാണുന്നില്ല എന്ന് കരുതി അയാൾ എന്തെങ്കിലും ഒരു മോശപ്പെട്ട മനുഷ്യനാണെന്നോ അയാളൊരു വലിയല്ലെന്നോ എന്ന് നമുക്ക് വിധിക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാൻ കഴിയും. അങ്ങനെ ഒരാളിൽ നിന്ന് ഒരു അത്ഭുതം ഉണ്ടാകുന്നില്ല, ഒന്നും ഉണ്ടാകുന്നില്ല എന്നത് അയാളുടെ ദീനിൽ എന്തെങ്കിലും സ്ഥാനം കുറയ്ക്കുന്നതോ അയാളുടെ മഹത്വം കുറയ്ക്കുന്നതോ ആയ കാര്യമല്ല. ബൽ ഖദ് യകൂനു അദമു ദാലിക അൻഫഅ ലഹു ഫീ ദീനി, ഒരു പക്ഷേ അയാൾക്ക് ഉണ്ടാവുന്നതിനേക്കാൾ ഉണ്ടാവാതിരിക്കുന്നതായിരിക്കും അയാളുടെ ഖൈർ. കാരണം എന്തെങ്കിലും കറാമത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വലിയനെ ചിലപ്പോൾ തോന്നുന്നത് അഹങ്കാരം വരും, ഇതെൻ്റെ കഴിവാണല്ലോ, എനിക്കിങ്ങനെയൊക്കെ കഴിയുമല്ലോ എന്നയാൾക്ക് തോന്നും. അപ്പോൾ ഉണ്ടാകാതിരിക്കുന്നതായിരിക്കും അയാൾക്ക് നന്മ എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറയുന്നത് കാണാൻ കഴിയും. എന്ന് മാത്രമല്ല അദ്ദേഹം തന്നെ പിന്നീട് വിശദീകരിച്ചു, ഒരു പക്ഷേ ഈമാനിൻ്റെ കുറവ് കൊണ്ടും കറാമത്ത് ഉണ്ടായേക്കാം. കാരണം ചില ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഔലിയാക്കളാണെങ്കിൽ തന്നെയും ഒരു പക്ഷേ അവർക്ക് ഈമാനിൽ ഒന്നും കൂടി സ്ഥിരത കിട്ടുന്നതിന് വേണ്ടിയും കുറച്ചുകൂടി അവരൊരു പിന്തുണ കൊടുക്കുന്നതിന് വേണ്ടിയും അള്ളാഹു കറാമത്തുകൾ അവർക്ക് നൽകിയേക്കാം. എന്നിട്ട് അദ്ദേഹം പറയുന്നത് കാണാൻ കഴിയും, വലിഹാദാ കാനത്ത് ഹാദിഹിൽ ഉമൂർ ഫി താബിഈൻ അക്സറ മിൻഹാ ഫി സ്വഹാബ, അതുകൊണ്ടാണ് സ്വഹാബികളിൽ കറാമത്തുകൾ വെളിപ്പെടുന്നതിനേക്കാൾ കൂടുതൽ താബിഈങ്ങളിൽ അത് വെളിപ്പെട്ടത്. താബിഈങ്ങൾ ഒരുപാട് കറാമത്തുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അത്രയധികം സ്വഹാബിമാർ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല.
അപ്പോൾ ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം എന്ത് ഈ അവരെക്കാൾ അത്ര വലിയ ഒരു അള്ളാഹുവിനോട് ബന്ധവും അടുപ്പവുമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു കറാമത്ത് കൂടി അയാൾക്ക് കൊടുത്തിട്ട് വേണ്ട അയാളുടെ ഒരു വിശ്വാസം പൂർണ്ണമായി ഉറപ്പിക്കാനും അത് സ്ഥിരപ്പെടാനും. ചിലപ്പോൾ അത് കുറച്ച് കുറവുള്ള ആളുകളുണ്ട്, അവർക്കായിരിക്കും ചിലപ്പോൾ അവരിലൂടെ ആയിരിക്കും കറാമത്ത് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള ആളുകൾ കറാമത്ത് എങ്ങാനും കിട്ടുമോ എന്ന് പേടിച്ചിരുന്ന പണ്ഡിതന്മാരെ കുറിച്ച് പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. ഒരാൾക്ക് ഒരു കറാമത്ത് കിട്ടിയെന്നുകൊണ്ടാണ് പിന്നെ അതെൻ്റെ കഴിവാണ്, ഞാൻ വലിയ സംഭവമാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കഴിയില്ല. അദ്ദേഹം തന്നെ ഉദ്ധരിക്കുകയാണ്, അതുകൊണ്ടാണ് മുൻഗാമികളായ ചില മുഹഖിഖീങ്ങളായ ആളുകൾ പണ്ഡിതന്മാർ യഖാഫൂന മിനൽ കറാമാത്ത്, അവർ കറാമത്ത് ഉണ്ടാവോ പടച്ചോനെ എന്ന് പേടിച്ചിരുന്നു. കമാ യഖാഫൂന മിൻ അൻവാഇൽ ബലാ, കാരണം പടച്ചോനൊരു പരീക്ഷണങ്ങളിൽപ്പെട്ടതായിരിക്കുമോ അത് എന്ന് അവർ പേടിച്ചിരുന്നു. കാരണം കറാമത്ത് ഒരാളിലൂടെ വെളിവായി, ഞാൻ അത് എൻ്റെ ഒരു കഴിവാണ്, അത് എനിക്കെന്തൊക്കെയോ ചില മഹത്വങ്ങളും മേന്മകളൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ച അവസാനം ദീനും തന്നെ തെറ്റിപ്പോകുന്ന തരത്തിലേക്ക് എത്തുമോ എന്ന്, കറാമത്ത് എങ്ങാനും കിട്ടി അങ്ങനെയൊക്കെ ആയിപ്പോകുമോ എന്ന് പേടിച്ചിരുന്ന പണ്ഡിതന്മാർ വരെ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാൻ കഴിയും. ഒരാളിലൂടെ എന്ത് വെളിപ്പെട്ടു, ഇനി അത്ഭുതങ്ങൾ വെളിപ്പെട്ടു, എന്തോ അസാധാരണമായ കാര്യം വെളിപ്പെട്ടു എന്നത് ഒരാളോടും ചോദിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അയാൾക്കൊരു മേന്മയുണ്ടെന്ന് വിശ്വസിക്കാനോ ഉള്ള ഒരു ഉപാധിയുമല്ല. അതുകൊണ്ടാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയോട് പറഞ്ഞു, അദ്ദേഹത്തിന് മുൻപുള്ള വലിയ പണ്ഡിതനായിരുന്ന ലൈസ് ഇബ്നു സഅദ്, വലിയ താബിഈങ്ങളിൽപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, ഇദാ റഅയ്തുമു റജുല യംശി അലൽ മാ, ഒരാൾ വെള്ളത്തിന് മുകളിലൂടെ ഇങ്ങനെ നടക്കുന്നത് കണ്ടാലും ഫലാ തഅതബിറു ബി, അവനെ വിലക്കെടുക്കണ്ട, ഹത്താ തഅരിദു അംറഹു അലൽ കിതാബി വസ്സുന്ന. ഇമാം ഷാഫി ജനിക്കുന്നത് 150 ഹിജ്റ 150-ലാണ്. അതിനു മുൻപാണ് ഇമാം ലൈസ് പറയുകയാണ്, ഒരാൾ വെള്ളത്തിന് മുകളിലൂടെ ഇങ്ങനെ നടക്കുന്നത് കണ്ടാലും അയാളുടെ കാര്യം ഖുർആനിനോടും സുന്നത്തിനോടും മുമ്പ് വെച്ച് പരിശോധിക്കുന്നവരെ, അഥവാ അയാൾ യഥാർത്ഥ ആദർശവും പ്രമാണങ്ങൾക്കനുസരിച്ചാണ് അവർ ജീവിക്കുന്നത് എന്ന് നോക്കുന്നത് വരെ അയാളെക്കുറിച്ച് അങ്ങനെ വില വെക്കൊന്നും വേണ്ട എന്ന് ഇമാം ഷാഫിയോട് പറഞ്ഞു. ഇമാം ലൈസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇമാം ഷാഫി പറഞ്ഞു, ഖസ്സറ ലൈസ് റഹിമഹുല്ലാ, ഇമാം ലൈസ് പറഞ്ഞത് കുറച്ച് കുറഞ്ഞുപോയി. വെള്ളത്തിന് മുകളിലൂടെ നടന്നാലും മാത്രമല്ല, ആകാശത്തൂടെ ഒരാൾ പറന്നു എന്ന് തന്നെ നിങ്ങൾ കണ്ടാലും, വെള്ളത്തിന് മുകളിൽ നടന്നാലും ആകാശത്തിന് മുകളിലൂടെ അയാൾ ഇങ്ങനെ ഒരു ഉപകരണവും ഇല്ലാതെ പറന്നാലും ശരി, ഫലാ തഅതബിറു ബി, അയാളെ വിലക്കെടുക്കേണ്ട, അംഗീകരിക്കേണ്ട ഒരു കാര്യവുമില്ല. ഹത്താ തഅരിദു അംറഹു അലൽ കിതാബി വസ്സുന്ന, ഖുർആന്റെ സുന്നത്തിനെ വെളിച്ചത്തിൽ മനസ്സിലാക്കിയിട്ട് മതി ആളുകൾ ഇങ്ങനെ മനസ്സിലാക്കാൻ. ഇതൊക്കെ അതുകൊണ്ടാണ് ഇതൊന്നും ഇങ്ങനെ കറാമത്ത് ഉണ്ടാവുക, ഇങ്ങനെ അത്ഭുത സംഭവങ്ങൾ ഉണ്ടാവുക എന്നതൊന്നും അത്ര വലിയ കാര്യം ഒന്നുമല്ല എന്ന് മുൻഗാമികളെ പണ്ഡിതന്മാർ പലരും പേടിക്കാനും ഒക്കെ കാരണം അതായിരുന്നു. പല ആളുകളും നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുമല്ലോ, ഇഷ്ടമില്ലാത്ത രൂപത്തിൽ കറാമത്ത് ഉണ്ടായിട്ടുണ്ട്. കറാമത്ത് ഉണ്ടാവരുത് എന്ന് ആഗ്രഹിച്ച് കറാമത്ത് ഉണ്ടായി, അവസാനം പടച്ചോനെ ഈ കറാമത്ത് ഇല്ലായിരുന്നെങ്കിൽ, ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ, അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മറിയം അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പോൾ പ്രാർത്ഥിച്ചു, യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ വകുന്തു നസ്യം മൻസിയ, ഒരു പുരുഷന്റെയും സ്പർശനമില്ലാതെ ഈസാ നബി അലൈഹി സ്വലാമെ ഗർഭം ധരിച്ചപ്പോൾ അവസാനം മറിയം അലൈഹിസ്സലാം എന്താണ് പ്രാർത്ഥിച്ചത്? പടച്ചോനെ ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ, ഇതിനു മുമ്പ് ഇതൊന്നും ഇല്ലാതെ ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ, കാരണം ഇതുമായിട്ട് നാട്ടുകാരുടെ മുമ്പിൽ ചെല്ലാനുള്ളതാണ്, ഞാൻ ആരാലും സ്മരിക്കപ്പെടാതെ പോയിരുന്നെങ്കിൽ, ആളുകൾക്ക് മറന്നു പോയിരുന്നെങ്കിൽ എന്നും മറിയം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് അതുകൊണ്ടാണ്. അപ്പോൾ അത്ഭുതങ്ങൾ, ഇങ്ങനെയുള്ള അമാനുഷികതകൾ ഒക്കെ ഉണ്ടാകുന്നത് എല്ലാം ഇയാളുടെ എന്തെങ്കിലും ഒരു കഴിവോ ഈ വലിയ എന്തെങ്കിലും മഹത്വമോ മേന്മയോ കാണിക്കുന്ന ഒന്നല്ല എന്ന് ചുരുക്കം. അതിൻ്റെ പേരിൽ അയാളോട് എന്തെങ്കിലും ചോദിക്കാനോ ആവശ്യപ്പെടാനോ എന്തെങ്കിലും ഉപകാരങ്ങൾ സ്വീകരിക്കാനോ ഉപദ്രവങ്ങൾ തടുക്കാനോ ഒന്നും ചെല്ലേണ്ടതില്ല എന്നും ചുരുക്കം. എന്നല്ല, അവസാനമായി ഒന്നുകൂടി പറയാൻ, ഒരു പക്ഷേ ഈ അത്ഭുതങ്ങൾ അല്ലെങ്കിൽ അമാനുഷിക സംഭവങ്ങൾ ഉണ്ടാവുക എന്നത് ഒരു വലിയുടെ അല്ലാതെ വളരെ മോശപ്പെട്ട ആളുകളുടെയും ഉണ്ടാകും. അത് മറ്റൊരു ഇനമാണ്, കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ല. ഷൈത്താനിൻ്റെ ഇടപെടൽ മൂലം അഹ്വാലു ഷയാത്തീനിയ എന്ന പേരിൽ ഒരു വിഭാഗം തന്നെ നമുക്ക് കാണാൻ കഴിയും. മോചിതത്തും കറാമത്തും ഒക്കെ പറയുമ്പോൾ പണ്ഡിതന്മാർ അതും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ അത്ഭുതങ്ങളും അമാനുഷികങ്ങളും ഒക്കെ ഉണ്ടാവും. ഉദാഹരണത്തിന് ദജ്ജാൽ മഴ പെയ്യിപ്പിക്കും, മരിച്ചവരെ ജീവിപ്പിക്കും, വലിയ ഹുബ്സിന്റെ റൊട്ടിയുടെ ഭക്ഷണ പദാർത്ഥങ്ങളുടെ മല അയാളുടെ കൂടെ സഞ്ചരിക്കും, വെള്ളത്തിന്റെ പുഴ അയാളുടെ കൂടെ സഞ്ചരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ അയാളുടെ കറാമത്താണ്. ഏറ്റവും മഹത്വം നൽകുന്ന അല്ലെങ്കിൽ ശ്രേഷ്ഠത നൽകുന്ന ഒന്നാണ് ഈ കറാമത്തുകൾ എന്ന ചിന്ത നമുക്കവിടെ തിരുത്തുന്നതായി മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഇസ്ലാമിക ലോകത്ത് പിന്നീട് വന്ന പല വ്യാജ പ്രവാചകത്വവാദികൾ, മുസൈലിമത്തുൽ കദ്ദാബ് പോലെയുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെ പല അസാധാരണമായ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് കണ്ട് ഒരു സ്വഹാബിയും ഒരു താബിഈ പണ്ഡിതനും അത് കണ്ട് അവരൊക്കെ വലിയാണ്, നബിയാണ് എന്ന് കരുതി അവരെ പിൻപറ്റാനോ അവരുടെ കൂടെ കൂടാനോ പോയിട്ടില്ല.
എന്ന് ചെയ്തത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും സമയം ഇത്രയായി, കൂടുതൽ വൈകിയിട്ടുണ്ട്, ജമാഅത്തിന് സമയമായി, നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഏതായാലും മുഅ്ജിസത്തുകൾ, കറാമത്തുകൾ എന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന നിലപാട് നമ്മൾ മനസ്സിലാക്കി. അത് ഏത് സമയത്തും യഥേഷ്ടം പ്രവാചകനായിരുന്നാലും ഒരു വലിയായിരുന്നാലും ഇങ്ങനെ ഒരു മാജിക് പോലും ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇനി അങ്ങനെ ഒരാളിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ അത് അയാളുടെ മേന്മയായി നമുക്ക് മനസ്സിലാക്കാനും കഴിയില്ല. പ്രത്യേകിച്ച് കറാമത്തുകളുടെ വിഷയത്തിലേക്ക് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു പക്ഷേ ഒരു നൂറ്റാണ്ട് ഇപ്പോൾ മറിയം അലൈഹിസ്സലാമിൻ്റെ കറാമത്ത്, വേനൽക്കാലത്തുള്ള പഴവർഗ്ഗങ്ങൾ തണുത്ത കാലത്തുണ്ടാവുക, തണുത്ത കാലത്തുള്ളത് വേനൽക്കാലത്തുണ്ടാവുക, അത് ഇന്നൊരു കറാമത്താണോ? അല്ലല്ലോ. ഇന്ന് ലോകത്തിലെവിടെയും ഏത് കാലത്തും കാലാവസ്ഥയിലും പാകമാകുന്ന പഴവർഗ്ഗങ്ങൾ ഇന്ന് പല വിധത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഇന്ന് കറാമത്തായി മാറൂല. അതാണ് കറാമത്തിൻ്റെ മറ്റൊരു സവിശേഷത നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. മുഅ്ജിസത്തുകൾ അങ്ങനെയല്ല. അപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ട് എന്ന് കരുതിയ ഒരാളുടെ മേന്മയല്ല. അങ്ങനെ ഭയപ്പെട്ടിരുന്ന പണ്ഡിതന്മാർ പോലും മുൻകാലത്ത് ഉണ്ടായിരുന്നു. ഇനി വളരെ മോശപ്പെട്ട ദജ്ജാലിനെ പോലെയുള്ള ആളുകളിൽ നിന്നും നമ്മളിപ്പോൾ അത്ഭുതകരമായി കാണുന്ന അസാധാരണമായ സംഭവങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ അങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളുടെ ഒരു ഇസ്ലാമിക നിലപാട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും കാര്യങ്ങൾ കൃത്യമായി ശരിയായ സോഴ്സുകളിൽ നിന്ന് തന്നെ ദീന് പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹദാ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.